സാരഥ്യവേലയിലതീവ സാമർഥ്യമേറുന്നൊരു കൃഷ്ണനെന്റെ മനോരഥം തന്നിലിരുന്നു കൊണ്ട് സാരഥ്യവേല തുടർന്നിടയണം. അഖില ഗുരോ ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സദാരാധയതി കൃഷ്ണേതി ജപേന മമ ജീവനം. ഇത്തം പ്രാർത്ഥയതേ നിത്യം കേശവം മദ്ഗുരും നമഃ. വന്ദേഹം പേരിഴും പെരുമ്പള്ളി വാഴും ശ്രീ കേശവഗുരുനാഥ പാദപത്മം. ശംഖുണ്ടിടത്തുമൊരുപാടു ചക്രമുണ്ട്, കാലിൽ ചിലമ്പ ചിലമുത്തുപടം കഴുത്തിൽ. ഓടിയിട്ടു വന്നു കുടികൊണ്ട കുമാരനെല്ലൂർ കാത്യായനീ ശരണമെന്നിഹ കൈതൊഴുന്നേൻ. മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഹൃദേ നാരായണ. കൃഷ്ണാതീരെ കോകില കേളികീരേ ഗുഞ്ചാകുഞ്ചേ ദേവപുഷ്പാദി കുഞ്ചേ. കമ്പുഗ്രീവോ ക്ഷിപ്തബാഹൂ ചലന്തൗ രാധാകൃഷ്ണൗ മംഗളം മേ ഭവേതാം. അമ്പാടിയില് യമുനാതീരത്ത് വൃന്ദാവനത്തിലെ ധന്യമായിട്ടുള്ള സ്ഥലത്ത് രാധാദേവിയോട് കൂടിയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്കെല്ലാവർക്കും മംഗളത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗവതം രാധാദേവിയെ സ്മരിച്ചുകൊണ്ടാണ് ആരംഭിക്കുക. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. എല്ലാ സപ്താഹങ്ങളിലും മുഴങ്ങുന്ന നാമമാണ് രാധാനാമം. രാധാരമണൻ, രാധാദേവിയെ പോലും രമിപ്പിക്കുന്ന ഭഗവാൻ വൃന്ദാവനത്തിലുണ്ട്. രാധാരമണ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ആ രാധാരമണനായിട്ടുള്ള ഭഗവാനെ ഇവിടെ ഭാഗവതം സത്യം എന്ന പേരുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. എന്നും ഉള്ളയാള് മഹാത്മ്യത്തിൽ പറയുണ്ടായി. ശ്രീകൃഷ്ണായ വയം നുമാ. ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമസ്കരിക്കാം. എന്തിനു വേണ്ടി? താപത്രയ വിനാശായ. ദുഃഖങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാവാനായിട്ട്. ആധ്യാത്മികമായിട്ടും ആദിഭൗതികമായിട്ടും ആദിദൈവികമായിട്ടും ദുഃഖങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. ചിലർക്ക് ശരീരത്തിനാവും ദുഃഖം ഉണ്ടാവുക, ചിലർക്ക് മനസ്സിനാവും, ചിലർക്ക് സാമ്പത്തികമായിട്ടാവും, ചിലർക്ക് മറ്റു പല രീതിയിലാവും. ഏതൊക്കെ രീതിയിലായാലും ദുഃഖങ്ങൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും. ജനിച്ചുവോ ദുഃഖങ്ങൾ ഉണ്ടാവും, സുഖം മാത്രമായിട്ട് മാറില്ല. അങ്ങനെ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോ ആ ദുഃഖങ്ങൾ ഇല്ലാണ്ടാവുക. ജീവിതത്തിൽ ഇരുട്ട് വരുമ്പോ നമ്മുടെ മുമ്പിൽ വെളിച്ചം കാണിച്ചു തരുന്നത് എന്താണോ അത് നല്ലത്. എന്തിനാ ഈ വിളക്ക് കത്തിക്കണത് എന്ന് ചോദിച്ചാൽ ഇരുട്ടില്ലാണ്ടാവാൻ എന്നുള്ളതാണ് ഒറ്റ ഉത്തരം. ഇപ്പൊ ഈശ്വരന് വേണ്ടിയിട്ട് എന്ന് പറയും നമ്മൾ നിലവിളക്ക് പൂജാമുറിയിൽ കത്തിക്കുമ്പോ. എന്നാൽ ലൈറ്റ് ഇടുമ്പോ അത് വിളക്ക് തന്നെയല്ലേ, പ്രകാശമല്ലേ. വിളക്കിൽ തൊട്ട് കഴിഞ്ഞാലും പൊള്ളും, തീയില് തൊട്ടാല്. കരണ്ടില് തൊട്ട് കഴിഞ്ഞാലും പൊള്ളില്ലേ, ശക്തി കൂടും, ആള് മരിക്കുക തന്നെ ചെയ്യും. അതിപ്പോ വിളക്ക് കത്തിക്കുമ്പോ തീയിലൊന്ന് തൊട്ട് വെച്ചാൽ ആ ഒരു തൊട്ട ഭാഗം മാത്രമേ പൊള്ളുള്ളൂ. കരണ്ടാവുമ്പോ അങ്ങനെയാണോ? തൊട്ട ഭാഗം മാത്രമല്ല പൊള്ളുക, അകന്നിരിക്കുകയും ചെയ്യുക. ഇതൊക്കെ ദുഃഖത്തിന്റെ പല പല ഭാഗങ്ങളുമാണ്. ദുഃഖം വന്നുകൊണ്ടിരിക്കണം. നമുക്ക് ആ ദുഃഖത്തിൽ എപ്പോഴും സുഖം തരാൻ കഴിവുള്ള ഒരാളെ കൂടെ കൊണ്ടു നടന്നാൽ മതി. സപ്താഹം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഭജനയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഇരുട്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് കയ്യിലൊരു ടോർച്ച് കരുതിയാൽ ഇരുട്ടായാലും പ്രശ്നമുണ്ടോ? ഏതാണ്ട് മഴക്കാലൊക്കെയാണ്, വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ കയ്യിലൊരു കൊട കരുതിയാൽ മഴ പെയ്താലും പ്രശ്നമുണ്ടോ? മഴ പെയ്യും, മഴക്കാലത്ത് മഴ പെയ്യും. ഒരു സമയം കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും, ഇരുട്ടാവും. ഇത് മുൻകൂട്ടി അറിഞ്ഞ് നമ്മൾ ടോർച്ച് കരുതുന്നത് പോലെ, കൊട കരുതുന്നത് പോലെ ജീവിതം ആരംഭിക്കുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ ദുഃഖത്തിൽ നിന്നും കരകയറാനായിട്ട് ഭഗവാന്റെ നാമങ്ങള് കൂടെ കരുതുക. ടോർച്ച് എപ്പോഴും നമ്മളെടുത്ത് ഉപയോഗിക്കാറില്ല, പക്ഷെ നാമം നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാം. ഇപ്പൊ രാവിലെ സപ്താഹത്തിന് ഇങ്ങോട്ട് 7 മണിക്ക് വരുന്ന ഒരാളെ ടോർച്ച് അടിച്ചുകൊണ്ട് വരുന്ന കണ്ട എന്താ പറയുക ആൾക്കാർ? എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. ഇതുപോലെ നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് സപ്താഹം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോണ വഴിക്ക് റോഡിലൂടെ നാമം ജപിച്ചുകൊണ്ട് പോണത് കണ്ടാലും ആൾക്കാർ പറയുന്നത് എന്താ നിശ്ചയില്ല. അവിടെ സപ്താഹത്തിനൊക്കെ പോയിട്ട് അവിടെ വീട്ടിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോഴേ എന്തൊക്കെയോ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്.
ഇതുവരെ നാമം ജപിക്കാത്ത ഒരാൾ നാമം ജപിക്കുന്നത് കാണുമ്പോ, പതുക്കെ നാമം ജപിക്കുന്ന ഒരാൾ ഉറക്ക നാമം ജപിക്കുന്നത് കാണുമ്പോ ഈ മറ്റാളുകൾക്ക് ചില തോന്നലുകൾ ഉണ്ടാകും. അത് അവരുടെ മനസ്സിന്റെ രോഗമാണ്. ടോർച്ച് മഴയില്ലാത്ത സമയത്ത്, വെയിലില്ലാത്ത സമയത്ത് കുട നിർത്തിക്കൊണ്ട് പോണ കണ്ടു കഴിഞ്ഞാൽ കുട നിർത്താറില്ല. കാരണം അതൊക്കെ എന്താണ്, മഴ പെയ്യുമ്പോഴേ കുട ആവശ്യമുള്ളൂ, ഇരുട്ടുള്ളപ്പോഴേ വെളിച്ചത്തിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ നാമം അങ്ങനെയല്ല. നാമം എല്ലായ്പ്പോഴും ആവശ്യമുള്ളതാണ്. വെയിലത്തായാലും തണലത്തായാലും മഴയത്തായാലും ഇരുട്ടത്തായാലും വെളിച്ചത്തിലായാലും. വെളിച്ചത്തിലെ ആളുകൾ കല്ലൊക്കെ തട്ടിത്തടഞ്ഞ് വീണില്ലേ? കാണാട്ടാണോ അത്? ഇരുട്ടുണ്ടായിട്ടല്ല, ആ കല്ല് കണ്ടില്ല, തട്ടിത്തടഞ്ഞ് വീണു. കണ്ടില്ല, കണ്ണുണ്ടായിട്ടും കണ്ടില്ല, വെളിച്ചുണ്ടായിട്ടും കണ്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ, വേണ്ടത് വേണ്ട സമയത്ത് തോന്നാൻ ജീവിതത്തിൽ ആരെയും കൂടെ കൊണ്ടു നടക്കണം? ശ്രീകൃഷ്ണായ വയം നുമ. ശ്രീകൃഷ്ണ ഭഗവാനെ കൂടെ കൊണ്ടു നടക്കണം. കൃഷ്ണൻ എങ്ങനെയാ കൂടെ കൊണ്ടു നടക്കുക? കൃഷ്ണന്റെ ഒരു വിഗ്രഹം അങ്ങനെ എപ്പോഴും കൊണ്ടു നടക്കുകയാണോ? അങ്ങനെ നടന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ബാങ്കിൽ വെക്കാവുന്ന ചെറിയ വിഗ്രഹങ്ങൾ കിട്ടും, പോക്കറ്റിലിടാവുന്ന ഭഗവാന്റെ ചിത്രങ്ങൾ കിട്ടും, അത് കൊണ്ട് നടന്നോളൂ. അത് കൊണ്ട് നടന്നാലും ഇല്ലെങ്കിലും ആ കൃഷ്ണനാണ് തന്റെ രക്ഷയ്ക്കുള്ളത്, വേറെ ആരും രക്ഷയ്ക്കില്ല എന്ന മനസ്സുകൊണ്ട് ഉറപ്പിക്കലാണ് ഈശ്വരനെ കൂടെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈശ്വരൻ എല്ലാ ദിക്കിലും ഉണ്ട്. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? പരമാണു പൊരുളിയിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. ഓരോ പരമാണുവിലും ഭഗവാൻ ഉണ്ട്. പക്ഷേ ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള തോന്നല് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുമ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ. അമ്പലത്തിൽ പോയി തൊഴുത് വന്നു കഴിഞ്ഞാലും പൂജാകാര്യങ്ങൾ വഴിപാടുകളൊക്കെ നടത്തി പ്രസാദമായിട്ട് വന്നു കഴിഞ്ഞാലും ആ ഭഗവാൻ തന്നെ രക്ഷിക്കും, തന്റെ കൂടെ ഉണ്ട് എന്ന് മനസ്സിനെ ഉറപ്പിക്കണം. ആ ഉറപ്പിക്കുന്നതിനാണ് ഭാഗവതം സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ശ്ലോകം പറയണത്. സത്യം പരം, പരമമായ സത്യം, ഒരു കാലത്തും വിട്ടുപോവാത്ത സത്യം. നമ്മൾ ഭാഗവതം കേൾക്കാൻ വേണ്ടി ഇരിക്കണു എന്നുള്ളത് താൽക്കാലിക സത്യമാണ്. ഇപ്പൊ ഇന്നലെ പകല് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല, ഇന്നലെ വൈകുന്നേരം മുതലേ നമ്മളിവിടെ ഒന്നിങ്ങനെ ഇരിക്കണുള്ളൂ. എന്നാലും ഇന്നലെയും ഭഗവാൻ ഇവിടെ തന്നെയുണ്ട്. ഭഗവാന് പൂജാകാര്യങ്ങൾ ഓരോന്നും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ വന്നാലും വന്നില്ലെങ്കിലും നടക്കുന്നുണ്ട്. കാരണം എന്താ? ഭഗവാൻ എന്ത് സത്യമാണ്, അതിന് മാറ്റമില്ല. പക്ഷെ നമ്മൾ എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മള് എപ്പോഴും ഉള്ളതായ ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു വീഴ്ച ഉണ്ടാവില്ല. വീഴാൻ പോകുമ്പോ ആരെ പിടിക്കണം? ബലമില്ലാത്ത ഒരാളെ പിടിച്ചിട്ട് കാര്യമുണ്ടോ? ആ ആളെ കൂടി വീഴുണ്ടാവുള്ളൂ. വീഴാൻ പോകുമ്പോ അടുത്തുള്ള ആളെ പിടിക്കരുത് എന്നാ പറഞ്ഞത്. കാരണം എന്താ? അടുത്തുള്ള ആളെ ചിലപ്പോ അയാളും കൂടി വീഴുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ മാത്രമേ വീഴുള്ളൂ. എന്നാൽ വീഴാൻ പോകുമ്പോ ഒരു മരത്തിനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരം വീഴില്ല. മരത്തിനെ പിടിച്ചാൽ നമുക്ക് അവിടെ നിർത്താൻ പറ്റും. പോലെ ഒരു ഉറച്ച ഒരു സാധനത്തെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഴില്ല. കാരണം എന്താ? നമ്മൾ പിടിച്ചിരിക്കുന്നതിന് ബലമുണ്ട്, അത് വീഴാത്തതാണ്. അതുകൊണ്ട് അതിന് പകരം ചെറിയൊരു പുല്ലിനോ ചെറിയൊരു ചെടിയോ പിടിച്ചോണ്ട് കാര്യമില്ല, അതൊടിഞ്ഞ് നമ്മൾ കൂടി വീഴുക ഉണ്ടാവുക. പിടിക്കുമ്പോ പരമായ സത്യത്തെ എപ്പോഴും രക്ഷിക്കാൻ കഴിവുള്ള ആളെ വേണം പിടിക്കാൻ. അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. സത്യം സത്യമായിട്ട് ആ ഈശ്വരൻ എങ്ങനെയുള്ള ആളാണ്? ജന്മാദ്യസ്തയതാ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ആളാണ്. ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി ഉണ്ടാവുക. ഈ പ്രപഞ്ചം ഉണ്ടാവാനും നിലനിൽക്കാനും അത് ഇല്ലാണ്ടാവാനും കാരണമായിട്ടുള്ള ആള്. ഭഗവാന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്നും സപ്താഹത്തിനായിട്ട് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് സൃഷ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇരുന്ന് ഭാഗവതം കേൾക്കണു, ഭക്ഷണം കഴിക്കണു, ഇടവേളയിൽ വർത്തമാനം പറയണു, ഭജന കേൾക്കണു, പൂജാകാര്യങ്ങൾ കാണുന്നു, ഇത് സ്ഥിതിയും. ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് പോവല് ആ സംഹാരവുമാണ്. സംഹാരം എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ള അർത്ഥമൊന്നുമല്ല. വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവുക അല്ലെ? വൈകുന്നേരം നമ്മൾ എവിടേക്കാ പോവുക? രാവിലെ നമ്മൾ എവിടുന്നാണോ വന്നത് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് പോവുക, അല്ല വേറെ വീട്ടിലേക്കല്ല. ഇതുപോലെ ഭഗവാനിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. ഭഗവാനിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. തിരിച്ച് ഈ രൂപം ഇല്ലാണ്ടാവുമ്പോ ഭഗവാനിലേക്ക് തന്നെയാണ് ലയിക്കണത് എന്ന് കാണിച്ചു തരണു ഭാഗവതം. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്നും ചില കാര്യങ്ങളെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. ഏതിനെ ഒഴിവാക്കേണ്ടത്? ധർമ്മപ്രോചിത കേതവോത്ര പരമോ നിർമ്മത്സരാണാം
മത്സരബുദ്ധി ഒഴിവാക്കണം. എന്താ മത്സരബുദ്ധി? എന്റെ അത്ര മറ്റൊരാള് വരരുത് എന്നുള്ള ചിന്തയാണ് മത്സരം. എല്ലാവരും വന്നോട്ടെ എന്ന ചിന്തയാണ് നല്ല ബുദ്ധി. എല്ലാവരും ഒരുപോലെ വരട്ടെ, എല്ലാവരും ജയിക്കട്ടെ എന്നുള്ള ചിന്ത. അതിനു പകരം എന്റെ കുട്ടിക്ക് നല്ല മാർക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചോളൂ. എന്റെ കുട്ടിക്ക് 99 മാർക്ക് വേണം എന്ന് പ്രാർത്ഥിച്ചോളൂ. പക്ഷെ എന്റെ കുട്ടി ഒന്നാമതെത്തണം എന്ന് പ്രാർത്ഥിക്കുമ്പോ മറ്റു കുട്ടികളൊന്നും ഒന്നാമതെത്തരുത് എന്നൊരു ആന്തരാർത്ഥത്തോടെ വരണോ. അപ്പൊ എന്താ ബാക്കി കുട്ടികളൊന്നും എത്ര മാർക്ക് കിട്ടാൻ പാടില്ല, എന്റെ കുട്ടിയൊക്കെ താഴെ കിട്ടാൻ പാടുള്ളൂ. അങ്ങനെയുള്ള പ്രാർത്ഥന എന്ത് ചെയ്യും? നമ്മുടെ കുട്ടിയുടെ മാർക്ക് പോലും കുറയ്ക്കും. അവനവന്റെ കുട്ടിക്ക് ഒരുപാട് കഴിച്ചോളൂ, നല്ല മാർക്ക് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചോളൂ. അതേ കൂട്ടത്തിൽ മറ്റു കുട്ടികൾക്ക് കൂടി നല്ല മാർക്ക് കിട്ടണം. അവനവന്റെ കുട്ടിക്ക് മാത്രം 99 മാർക്ക് കിട്ടിയാൽ പോരാ, പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണം. ആ കുട്ടിയേക്കാൾ കേമനാവണം എന്ന് പറയാൻ പാടില്ല. കാരണം ആ കുട്ടിയും കേമനാവണം, നമ്മുടെ കുട്ടിയും കേമനാവണം, എല്ലാവരും കേമന്മാരായിട്ട് വരണം. നമ്മൾ നന്നാവണം എന്ന് ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ളവർ ദോഷമാവണം എന്ന് ചിന്തിക്കാൻ പാടുണ്ടോ? എല്ലാവർക്കും നേരെയാവണം. കാരണം ശാരീരികമായ അസുഖം വരുമ്പോ അത് എനിക്ക് ഭേദമാവണം, അല്ലെ, എനിക്ക് സുഖമാവണം. എന്നാൽ ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളിൽ പെട്ടൊരു കൊടുങ്കാറ്റ് വരികയാണ്, ശക്തമായ ചൂട് വരികയാണ്, അവിടെ നമുക്ക് മാത്രമായിട്ട് രക്ഷ കിട്ടും. വെള്ളപ്പൊക്കം വരികയാണ്, എന്നെ രക്ഷിക്കണേ. അപ്പൊ ഈ അടുത്തുള്ള വീട്ടുകാരൊക്കെയോ അല്ല അവരൊക്കെ വെള്ളത്തിൽ എന്താ ആയിക്കോട്ടെ, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോ എല്ലാവർക്കും സുഖമായിട്ട് മാറണം എന്ന ചിന്ത ആണ് നിർമത്സരാണ്, മത്സരബുദ്ധി ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് മാത്രം എന്ന ചിന്തയാണ് മത്സരം. ആ മത്സരബുദ്ധി ഇല്ലാണ്ടായാലേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രാർത്ഥന എന്താ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തില് എല്ലാവർക്കും സുഖാവട്ടെ എന്നാണ് പ്രാർത്ഥന, ഭാരതത്തിന്റെ പ്രാർത്ഥന. ബാക്കി ചില ആൾക്കാർക്കൊക്കെ വിശ്വസിച്ചോളൂ, വിശ്വസിച്ചാൽ രക്ഷ കിട്ടും, അപ്പൊ വിശ്വസിച്ചില്ലെങ്കിൽ രക്ഷ കിട്ടില്ല എന്നാ. എന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ അവർക്ക് മാത്രമേ നല്ല ലോകങ്ങൾ കിട്ടുള്ളൂ, സ്വർഗലോകം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ചിന്താഗതിയാണ് മറ്റു പാശ്ചാത്യ ഈശ്വരാരാധനകള്. ഭാരതത്തിലെ ഈശ്വരാരാധന അങ്ങനെയല്ല. ഈശ്വരാരാധന ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും മുഴുവൻ സുഖം നൽകണേ എന്നാണ്. ആർക്കും ദുഃഖം വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് സുഖം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ല വെച്ചാൽ അവിടെ ദുഃഖം. നമ്മളിൽ അങ്ങനെ നിർബന്ധം പറഞ്ഞിട്ടില്ല. ഇന്നത് ചെയ്താലേ സുഖം കിട്ടുള്ളൂ. കർമ്മത്തെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ, അതിന് സദ്ഫലം ലഭിക്കും. ദുഷ്കർമ്മങ്ങൾ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ദുഷ്കർമ്മങ്ങൾ ചെയ്യണോണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് ദുഷ്ഫലമാവും ലഭിക്കുക, ദുരിതമാവും ലഭിക്കുക എന്നേ ഉള്ളൂ. ആ മനസ്സും വാക്കും പ്രവൃത്തിയും ശുദ്ധമാക്കിയാൽ ജീവിതത്തില് ഒരു വിഷമങ്ങളും നമ്മളെ നേരിടേണ്ടി വരില്ല. നമുക്ക് ഓതും വാക്കിന് ശുചി വേണം, ശുചിത്വകർമ്മം ചെയ്യണം, തനവും മനവും ശുചി വേണം. ആ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധാക്കാനായിട്ടാണ് ഭാഗവതം നമുക്ക് ധർമ്മത്തെ പറഞ്ഞു തരുന്നത്. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദസാരമാണ്. നിഗമകൽപ്പതരോർ ഗളിതം ഫലം. വേദം എന്ന കൽപ്പവൃക്ഷത്തിന്റെ സാരം മുഴുവൻ ചേർന്നതാണ് ഭാഗവതം. നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഭാഗവതം നമ്മുടെ മുമ്പിൽ വേദവ്യാസ മഹർഷി അവതരിപ്പിച്ചിരുന്നത്. അനവധി ആളുകള് തമ്മിലുള്ള സംഭാഷണങ്ങളാണ് ഭാഗവത കഥയായിട്ട് പറഞ്ഞിട്ടുള്ളത്. സൂത ശൗനക സംവാദം എന്നുള്ളതാണ് ആദ്യം. നൈമിഷാരണ്യം എന്ന വനം ലഖനൌവിനടുത്തുള്ള ഒരു വനമാണ്. ആ വനത്തില് ശൗനകൻ എന്ന ഒരു ബ്രാഹ്മണന്റെ നേതൃത്വത്തില് 88,000-ഓളം ബ്രാഹ്മണര് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം നടത്തുകയാണ്. ആ സത്രത്തിലേക്ക് കയറി വന്ന ആളാണ് സൂതൻ. പുരാണ കഥകൾ പറയുന്നതിൽ വളരെ സമർത്ഥനായ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയും കൊണ്ട് ശൗനകാദികൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഒരുപാട് ശാസ്ത്രങ്ങള് ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ട് കുറെ വികൃതികൾ കാണിച്ചുല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? നരസിംഹാവതാരം പോലെയൊക്കെ തൂണുന്ന അങ്ങോട്ട് വരിക, ഹിരണ്യകശിപുവിനെ കൊല്ലുക, അങ്ങോട്ട് തിരിച്ചു പോവുക, അത്ര മതിയിരുന്നില്ലേ? ഈ മണ്ണ് വാരി തിന്നതും വെണ്ണ കട്ടുണ്ടതും ഗോപികമാരോടൊപ്പം കളിച്ചു നടന്നതും പശുക്കളെ വെച്ച് നടന്നതും ഇങ്ങനെ കുറെ കളികളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഭഗവാന്റെ അവതാരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരണം.
കലിയുഗത്തിൽ എവിടെ നോക്കിയാലാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പറ്റുക? ഇതൊക്കെ ചോദിച്ചപ്പോ ആ സൂതൻ തന്റെ ഗുരുനാഥനായിട്ട് കരുതിയ ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിച്ചു. ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ്. അനവധി ശാസ്ത്രങ്ങൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രങ്ങൾ അനവധി പറഞ്ഞു തന്നിട്ടുള്ളത്. വേദമന്ത്രങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ചോളൂ എന്ന ഒരൊറ്റ മാർഗേ പറഞ്ഞുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ വേദങ്ങള് എത്ര പേർക്ക് സംസ്കൃതം അറിയാം? എത്ര പേർക്ക് വേദങ്ങൾ ചെല്ലാനായിട്ട് പറ്റും? എത്ര പേർക്ക് അത് വേദം കേട്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാവും? എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് പല പല മാർഗങ്ങൾ പറഞ്ഞു. വേദമന്ത്രങ്ങൾ പഠിച്ച് ഉപാസിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഉപാസിച്ചോളൂ. ഇനി അത് പറ്റില്ല, പൂജാകർമ്മങ്ങൾ, ഒരുപാട് പൂജാകർമ്മങ്ങൾ ഇവിടെ നടക്കണം. അതുപോലെ പൂജകളായിട്ട് ഹോമങ്ങളായിട്ട് ചെയ്ത് ഈശ്വരനെ ആരാധിക്കാൻ പറ്റുന്നവർ ചെയ്തോളൂ. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പൂജ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്താ, ആ പൂജാകാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവര് അത് ചെയ്യുക, ബാക്കിയുള്ളവരെന്ത് ചെയ്യുക? അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ചിലക്ക് സാമ്പത്തികമായിട്ടാവും സഹായിക്കാൻ പറ്റുക, അവർ സാമ്പത്തികമായിട്ട് സഹായിക്കുക. ചില ആളുകൾക്ക് പൂവ് ഒക്കെ കൊണ്ടുവന്നിട്ടാവും സഹായിക്കാൻ പറ്റുക. ചിലർക്ക് കൊണ്ടുവന്ന പൂവൊക്കെ നന്നാക്കിയിട്ടാവും പൂവൊക്കെ ഒരുക്കി കൊടുക്കുക. അതിൽ മൊട്ടും ഞെട്ടിയൊക്കെ കളഞ്ഞ് കമ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊടുക്കാനാവും പറ്റുക. അത് ചെയ്യുക. ഇതെല്ലാം ഈശ്വര ആരാധന തന്നെയാണ്. പൂജ കഴിഞ്ഞാൽ സ്ഥലം വൃത്തിയാക്കുക, ഇതൊക്കെ ഈശ്വര ആരാധന തന്നെയാണ്. ആളുകൾക്ക് നടക്കുന്ന വഴിയിലുള്ള മാലിന്യങ്ങളൊക്കെ തൂത്തുവാരി വൃത്തിയാക്കുക നല്ല കർമ്മങ്ങളാണ്. മറ്റുള്ളവർക്ക് ഗുണം വരാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വര ആരാധനയാണ്. ഇതാണ് പല പല ശാസ്ത്രങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. പൂജാകാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം വേറെയാണ്. മന്ത്രം ജപിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കാൻ പറഞ്ഞ ശാസ്ത്രങ്ങള്, അതുപോലെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നത്, ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ട് ഭാഗവതം എന്ന് പറഞ്ഞത് മറ്റൊരു മാർഗം. ഓരോരുത്തരും ഓരോരോ മാർഗങ്ങളിൽ ഈശ്വരനെ ആരാധിക്കണം. അവരവർക്ക് പറ്റുന്ന രീതിയിൽ ആരാധിച്ചോട്ടെ. ഇന്ന രീതിയിൽ തന്നെ പാശ്ചാത്യ ആരാധനയ്ക്ക് ഒരൊറ്റ രീതിയുള്ളൂ, അവർക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ നമ്മളുടെ അങ്ങനെയല്ല. ഏത് രീതിയിൽ വേണമെങ്കിലും ഈശ്വരനെ ആരാധിക്കാം. അയ്യപ്പനെ ആരാധിക്കണോ? ആയിക്കോട്ടെ, മാസം മാസം മാലയിട്ടിട്ട് ശബരിമലയ്ക്ക് പോയിക്കോളൂ. അയ്യപ്പന്റെ അമ്പലത്തിൽ പോയിട്ട് നിത്യേന പ്രാർത്ഥിച്ചോളൂ. സുബ്രഹ്മണ്യനെ ആരാധിക്കണോ? ശ്രീപത്മനാഭനെ ആരാധിക്കണോ? കിടക്കണ ഭഗവാനെ ആരാധിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് പൊക്കോളൂ, അല്ലെങ്കിൽ തിരുവട്ടാറിൽ പൊക്കോളൂ. ശ്രീപത്മനാഭനെ കിടക്കുന്ന രൂപത്തിൽ ആരാധിക്കാം. ഇനി ഇരിക്കണ ഭഗവാനെയാണോ ആരാധിക്കേണ്ടത്? തൃപ്പൂണിത്തുറ പോയാൽ മതി, അവിടെ പൂർണ്ണത്രേശൻ ഇരിക്കുകയാണ്. ഇരിക്കണ ഭഗവാനെ ആരാധിക്കാം. ഇനി നിൽക്കണ ഭഗവാനെ ആരാധിക്കണോ? നെയ്യാറ്റിൻകര കൃഷ്ണൻ അവിടെ നിൽക്കുക ചെയ്യണത്, ചെറിയ കുട്ടിയായിട്ട് നിൽക്കുകയാണ്, 5 വയസ്സുള്ള ഉണ്ണിയായിട്ട്. ഇനിയല്ല കുറച്ചുകൂടി വലിയ മഹാവിഷ്ണുവായിട്ട് ആരാധിക്കണോ? എവിടെ വെച്ചാലാവാം. എങ്ങനെയുള്ള ഭഗവാനെ ആരാധിക്കണോ? അയ്യോ, എനിക്ക് ശിവനെ ആരാധിക്കാനാണ് താല്പര്യം, ആയിക്കോട്ടെ, ആരാധിച്ചോളൂ. മഹാദേവനെ ആരാധിച്ചോളൂ. ഭദ്രകാളിയെ ആരാധിക്കണോ? ഭഗവതിയെ ആരാധിക്കണോ? ആരാധിച്ചോളൂ. എല്ലാ ആരാധനയും എത്തിച്ചേരുന്നത് ഒരേ ആളിലാണ്. ഏത് മാർഗത്തിലൂടെ പോയാലും ഇപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല റോഡുകൾ ഉണ്ടാവും. ചില റോഡിന് പോയാൽ നല്ല റോഡാവും, പക്ഷെ ദൂരം കുറച്ച് കൂടുതലുണ്ട്. എന്നാൽ ഇപ്പുറത്തൂടെ ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്, ആ വഴിക്ക് പോയാലോ? ആ വഴിക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല, ദൂരം കുറവാണ്, പക്ഷെ റോഡിന് വീതി കുറവാണ്. അപ്പൊ ചിലപ്പോൾ എതിരെ വാഹനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാകും. എന്നാൽ ഹൈവേയിലാകുമ്പോൾ അത്ര വലിയ വീതി കൂടുതലുണ്ട്, നല്ല റോഡാണ്, ദൂരം കൂടും. മാർഗങ്ങൾ അനവധി ഉണ്ടാവും. ഏത് മാർഗത്തിലൂടെ പോയാലും എത്തിച്ചേരുന്നത് ഒരേ ദിക്കിലാണ്. ഈശ്വര ആരാധന ഏത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയുക. ഏത് രൂപത്തില് അവരവർക്ക് പറ്റുന്ന രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. ഉദാഹരണം പറഞ്ഞു തന്നു, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പല പല മാർഗങ്ങള് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ ഭഗവാൻ എന്തിനാ കൃഷ്ണൻ രാമനും ഒക്കെ ആയിട്ട് അവതരിച്ചിട്ട്, ചെറിയ ചെറിയ കുട്ടിയായിട്ട് അവതരിച്ച് പല പല വികൃതികളും കാണിച്ചത് എന്ന് ചോദിച്ചാൽ, കലൗ ജനീഷ്യമാണാന ദുഃഖശോക വിനാശനം. കൃഷ്ണാവതാരത്തിലെ വികൃതികള് കലിയുഗത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് ഭഗവാന്റെ ആ കഥകൾ കേൾക്കുമ്പോ അവരുടെ ദുഃഖം മാറണം. അപ്പൊ ദുഃഖിച്ചിരിക്കുന്ന ഒരാള്
കണ്ണന്റെ കഥകൾ കേൾക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സമയം മനസ്സിലേക്ക് കണ്ണൻ കയറി വരണോ, കണ്ണൻ കയറി വരുമ്പോ ആനന്ദം അനുഭവിക്കണോ, സന്തോഷം കിട്ടുന്നു അവർക്ക്. കണ്ണന്റെ കഥ കേൾക്കുകയാണ്. ഒരു ദിവസം ഒരു ഗോപിക വന്നിട്ട് യശോദയോട് പറയുകയാണ്, യശോദയെ, ഇന്നലെ കണ്ണൻ കാണിച്ച വികൃതി എന്താണെന്ന് അറിയുമോ? എന്താ? ഇന്നലെ രാവിലെ എന്റെ അടുത്ത് വന്നിട്ട് വെണ്ണ ചോദിച്ചു, കുട്ടികളെ പറഞ്ഞയച്ചിട്ട്. കണ്ണൻ പോയി ചോദിക്കില്ല, കുട്ടികളെ പറഞ്ഞയക്കുകയുള്ളൂ. ആ വെണ്ണ ചോദിച്ചപ്പോ ആ ഗോപിക പറഞ്ഞു, ഞാൻ വെണ്ണ തരില്ല, ഇതിന് ഈ കച്ചവടത്തിനുള്ള വെണ്ണയാണ്, അത് വിറ്റ് കാശാക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കണ്ണൻ അന്ന് രാത്രി എന്ത് ചെയ്തു പറയോ? ആ ഗോപികയുടെ ഭർത്താവിന് നല്ല നീണ്ട താടിയാണ്. രാത്രി കിടന്നുറങ്ങുമ്പോ ആ ഗോപന്റെ താടിയും ഭാര്യയുടെ മുടിയും തമ്മിൽ കൂട്ടി കെട്ടി കിട്ടും. രാത്രി പോയിട്ട് രാവിലെ എണീറ്റിട്ട് ഭാര്യ രാവിലെ ഉണർന്നപ്പോ ആകെ നേരം വഴുകി, അയ്യോ സൂര്യൻ ഉദിച്ചിട്ടാണല്ലോ എണീറ്റത് എന്ന് വിചാരിച്ച് വേഗം ചാടി എണീറ്റ് വേഗം അടുക്കളേക്ക് ഓടാൻ നോക്കുമ്പോഴേക്കും ഭർത്താവ് ഉണ്ട് ഇവിടുന്ന്. പിന്നെ ആകെ വരണം, ആകെ ഭർത്താവിന്റെ താടിയും ഭാര്യയുടെ മുടിയും കൂടി കൂട്ടി കെട്ടി കിട്ടതാ കണ്ണൻ. രാവിലെ എണീറ്റ് കഴിഞ്ഞ ഭർത്താവിനെ ഒക്കെ നോക്കിയിട്ടാണോ വേഗം എണീറ്റ് ഓടി, നേരം വഴുകിയപ്പോ വേഗം എണീറ്റ് ഓടിയതാ. പിന്നെ ആളെ ഭർത്താവ് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് ചാടി പടഞ്ഞ് നിലത്ത് ഉരുണ്ട് മറിഞ്ഞ് വീണ്. അല്ലെ, ആ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഭാര്യയുടെ മുടിയും ഭർത്താവിന്റെ താടിയും കൂടി കൂട്ടി കെട്ടിയിട്ട് ഭാര്യ പെട്ടെന്ന് അങ്ങോട്ട് കട്ടുമെന്ന് എണീറ്റ് അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ ഭർത്താവ് എങ്ങനെയോ ഉണ്ടാവുക എന്നുള്ളത്, പിന്നാലെ എങ്ങനെയാ വലിഞ്ഞു വരിക എന്നുള്ളത്. താടിയെ കൂട്ടി കെട്ടിയിട്ടുള്ളതേ. പല മുണ്ടൊക്കെയാണ് കൂട്ടി കെട്ടിയത്, മുണ്ട് മാത്രം കണ്ടാലും അഴിഞ്ഞു പോകും വിചാരിക്കും. ഇത് താടിയെ കൂട്ടി കെട്ടിയത്. എന്താവും രാവിലെ എണീക്കുന്ന അവസ്ഥ? അത് അഴിക്കാൻ പറ്റണില്ല. അവസാനം രണ്ടുപേരും കൂടി ഇത് കണ്ണന്റെ വികൃതിയാവും എന്ന് പറഞ്ഞുകൊണ്ട് റോഡിലൂടെ നടന്ന് എവിടെ എത്തണോ? യശോദയുടെ വീട്ടിൽ വരെ എത്തണോ? ആ പോക്കാലോചിച്ചൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന്. ഭാര്യയുടെ മുടിക്കാൻ നീണ്ടു നിൽക്കുക, ഭർത്താവിന്റെ താടി കൂട്ടി കെട്ടിയിട്ട് രണ്ടുപേരും ഇങ്ങനെ ആ പോണൊരവസ്ഥ. ഇത് കേൾക്കുമ്പോ എന്തായി? നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള മറ്റു ചിന്തകളൊക്കെ മാറിയിട്ട് നമുക്ക് ചിരിക്കാൻ സാധിച്ചു. നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കണ്ണന്റെ ലീലകളൊക്കെ. അപ്പൊ യശോദ ചോദിച്ചു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ മുടിയും താടിയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നത്? നിങ്ങൾക്ക് അവിടുന്ന് തന്നെ അഴിക്കായിരുന്നില്ലേ ചോദിക്കുക. ഇത് അഴിക്കാൻ പറ്റണില്ല. കാരണം എന്താ? കണ്ണനാണ് ബന്ധിപ്പിച്ചത്. കണ്ണൻ ബന്ധിപ്പിച്ചതിനെ വേർപെടുത്താൻ വേറെ ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് കല്യാണങ്ങളൊക്കെ അമ്പലത്തിൽ വെച്ചിട്ട്, ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ചിട്ട്, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തില് കൊണ്ട് ഭഗവാന്റെ കണ്ണന്റെ മുമ്പിൽ വെച്ച് നടത്തണ എന്തിനാച്ചാൽ കണ്ണൻ കൂട്ടിച്ചേർക്കുന്ന ബന്ധമാകുമ്പോ അതിനെ വേർപെടുത്താൻ ആർക്കും പറ്റില്ല. അപ്പുറത്ത് വേർപെടുത്താൻ ആൾക്കാർ നോക്കുക ചെയ്യും. ഭാര്യയെ കുറിച്ച് ഭർത്താവിന്റെ ബോധം പറയുക, ഭർത്താവിനെ കുറിച്ച് ഭാര്യയുടെ ബോധം പറയുക, എനിക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ കണ്ണനാണ് ആ ബന്ധം ചേർത്തത് എന്നുണ്ടെങ്കിൽ മരണത്തിലല്ലാണ്ട് അവരെ വേർപിരിക്കാൻ സാധിക്കില്ല. ഇവിടെ കണ്ണനുമായിട്ടുള്ള ബന്ധം, കണ്ണൻ നമ്മളെ ബന്ധിപ്പിക്കണം. ഇവിടെ വന്ന് നമ്മൾ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ കണ്ണന്റെ കഥകള് കേൾക്കാൻ വന്നവര്, കണ്ണന്റെ കഥ പറയാൻ വന്നവര് എന്നുള്ള ബന്ധമാണ്. കണ്ണന്റെ കഥകളല്ലേ നമ്മളെ ബന്ധിപ്പിച്ചത്. എനിക്ക് നമ്മൾ കാണുമോ? ഒരു കോളേജിൽ മാഷായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാണുമോ? അവിടെ രാവിലെ കോളേജിൽ പോവുക, വൈകുന്നേരം തിരിച്ചു വരിക എന്നല്ലാണ്ട് മാറി മാറി വരുന്ന ഒരു കുട്ടികളെ മാത്രമേ കാണുള്ളൂ. അവരുടെ മുമ്പിൽ കണ്ണന്റെ കഥ പറയുമോ? അവിടെ സർക്കാർ ഉണ്ടാക്കുന്ന സിലബസ് ആണ് പറയേണ്ടി വരിക. പക്ഷെ ഇവിടെ കണ്ണനാണ് നമ്മളെ ബന്ധിപ്പിച്ചിട്ടുള്ളത്, കണ്ണന്റെ കഥകൾ പറയാനും കണ്ണന്റെ കഥകൾ കേൾക്കാനും. അതുകൊണ്ട് എന്ത് ചെയ്യണോ? അതിപ്പോ 2ാമത്തെ വർഷവും കഴിഞ്ഞ് 3ാമത്തെ വർഷവും ആ തമ്മിൽ കാണാനായിട്ട് സാധിക്കണം. ഇത് കേൾക്കുമ്പോ, കണ്ണന്റെ കഥകൾ കേൾക്കുമ്പോ ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് നമ്മൾക്ക് ഓരോരോ ബന്ധനങ്ങളും ഉണ്ടാക്കി തരുന്നത്. ഭഗവാൻ ഉണ്ടാക്കി തരുന്ന ബന്ധമാകുമ്പോ നമുക്കവിടെ ദുഃഖം ഉണ്ടാവില്ല. മറ്റാരെങ്കിലും ഉണ്ടാക്കി തരുന്ന പരിചയം ബന്ധമാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോ ദുഃഖം ഉണ്ടായി എന്ന് വരും. ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവുകയാണ്, എല്ലാവരും ജയിച്ചോളണം എന്നില്ല, ചില ആൾക്കാർ തോറ്റു എന്ന് വരും. ഈ ഭാഗവത്തിന്റെ മുമ്പിൽ തോൽവിയും ജയവും വലുതുമുണ്ട്. ഇവിടെ തോൽവിയിലെ ജയവില്ലേ, എല്ലാവരും ജയിക്കുക തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെയാണ് രാവിലത്തെ ഭക്ഷണം, അതെ എല്ലാവർക്കും ഒരുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം, എല്ലാവർക്കും ഒരുപോലെ രാത്രി ഭക്ഷണം, എല്ലാവർക്കും പ്രസാദം, എല്ലാവർക്കും പൂജകളൊക്കെ തൊഴാം. ഒരാൾക്കും വ്യത്യാസമൊന്നുമില്ല. സ്കൂളിൽ പോയാൽ അങ്ങനെയാണോ? എല്ലാവർക്കും ഒരേ മാർക്കാണോ കിട്ടുക? അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ജോലിയാണോ കിട്ടുക? ഭാഗവതം എന്ന ക്ലാസ്സിന് വരുന്ന സമയത്ത് എല്ലാവർക്കും മനസമാധാനം എന്ന ഒരേ റിസൾട്ടാണ് കിട്ടുന്നത്. ഭാഗവതം കേൾക്കുമ്പോ സ്കൂളിലോ കോളേജിലോ പോയി കഴിഞ്ഞാൽ ഒരേ മാർക്കല്ല കിട്ടുക, മാർക്കിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ മനസമാധാനം എന്ന ആ ഒരേ റിസൾട്ട് എല്ലാവർക്കും കിട്ടണോ? കാരണം എന്താ? ഇത് ഭഗവാൻ ബന്ധിപ്പിക്കുന്നതാണ്, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടത് ആവുന്നതിനെയാണ് ഐശ്വര്യം എന്ന് പറയുക. ഈശ്വര ആരാധന കൊണ്ട് മാത്രമേ ഐശ്വര്യത്തെ കിട്ടുള്ളൂ. അപ്പോ കലിയുഗത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് സന്തോഷിക്കാൻ കൃഷ്ണകഥകൾ കേട്ടാ മതി. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വെണ്ണകട്ടുണ്ടതും തൈർകലം തച്ചതും പൈക്കളയമേച്ചതും ഓർത്തുപോകും, രുക്മിണിയെ വേട്ടകാര്യവും ഓർത്തിടും, കംസനെ കൊന്നതും ഓർത്തുപോകും. ഭഗവാന്റെ ഓരോ കഥകളും കേൾക്കുമ്പോ ഓർക്കുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാവണു. നമുക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ അന്ന് വികൃതിയൊക്കെ കാണിച്ചത്. ഭഗവാൻ അവതാരങ്ങൾ ഒരുപാട് അവതാരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് സനകാദികളായിട്ടാണ് അത്ര ഭഗവാന്റെ അവതാരം. ഇന്ന് വൈകുന്നേരം കേൾക്കാം. സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ, 4 രീതിയില് ഭഗവാന്റെ അവതാരം, 4 രൂപത്തില്. അതിനുശേഷം രണ്ടാമത്തെ അവതാരം വരാഹാവതാരം, മൂന്നാമത്തെ അവതാരം നാരദനായിട്ടാണ്, മൂന്നാമത്തെ അവതാരം നാരദ മഹർഷിയായിട്ട്, നാലാമത്തെ അവതാരം നരനാരായണനായിട്ട്, 5ാമത്തെ അവതാരം കപിലാവതാരം, 6ാമത്തെ അവതാരം ദത്താത്രേയനായിട്ട്, 7ാമത്തെ അവതാരം യജ്ഞനായിട്ട്, 8ാമത് ഋഷഭദേവനായിട്ട്, 9ാമത് പൃഥുവായിട്ട്, 10ാമത്തെ അവതാരമാണ് മത്സ്യാവതാരം, 11 കുർമാവതാരം, 12 ധന്വന്തരിയായിട്ട്, 13ാമത്തെ അവതാരം മോഹിനിയായിട്ട്, 14ാമത്തെ അവതാരം നരസിംഹമൂർത്തിയായിട്ട്, 15ാമത് വാമനാവതാരം, 16 പരശുരാമൻ, 17 വേദവ്യാസൻ, 18ാമത് ശ്രീരാമാവതാരം, 19ാമത് ബലരാമനും 20ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം, 21 ബുദ്ധനായിട്ടും 22ാമത് കൽക്കിയായിട്ടും ഭഗവാൻ വരും എന്ന് പറഞ്ഞു. അവതാരങ്ങള് കുറച്ചൊന്നുമല്ല എന്ന് പറയുക. ഋഷയോ മനവോ ദേവ, ഋഷീശ്വരന്മാര്, മനുക്കള്, മനുപുത്രന്മാര് തുടങ്ങി സകല ദേവന്മാരും ഭഗവാന്റെ അവതാരം തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാനെ കണ്ടോളൂ എന്ന് പറയുക. ജീവനുള്ള ഏത് വസ്തുവിലും ജീവനായിരിക്കുന്നത് ഭഗവാനാണ്. ഇതുപോലെ ആ ഭഗവാന്റെ കഥകള് പറയുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. വേദവ്യാസ മഹർഷി എഴുതിയതും ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്ത ഗ്രന്ഥമാണ്, കഥയാണ് ഭാഗവതം. അതുകൊണ്ട് ആ ഭാഗവതത്തെ കേട്ടോളൂ, ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പറയുകയാണ് സൂതൻ. അപ്പൊ ശൗനകാദികൾ ചോദിക്കുകയാണ്, ഭാഗവതം എപ്പോഴാണ് എഴുതിയത്? കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാകേന ഹേതുന ഉദ സംയോജിത കൃഷ്ണ കൃതവാൻ സംഹിതാം മുനി. ഈ ഭാഗവതം എഴുതാനുണ്ടായ കാരണം എന്താണ് ചോദിക്കണു. പറയണു, ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയ യുഗപര്യയേ, ദ്വാപരയുഗത്തിന്റെ അവസാന കാലത്ത്, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, 3ാമത്തെ യുഗമാണ്. കൃതയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,28,000 കൊല്ലമുണ്ട് കൃതയുഗം. ആ കാലത്ത് തപസ് മാത്രമാണ് ഈശ്വരാരാധന. എന്നാൽ കൃതം കഴിഞ്ഞ് ത്രേതായുഗമായപ്പോഴേക്കും, ത്രേതായുഗം 12,96,000 കൊല്ലമാണ് ത്രേതായുഗം ഉള്ളത്. ആ ത്രേതായുഗത്തില് തപസ് ചെയ്യാൻ പൂർണ്ണമായിട്ട് ആളുകൾക്ക് പറ്റില്ല, അത്രയ്ക്ക് മനഃശുദ്ധി അങ്ങോട്ട് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കി ആ അഗ്നിയിൽ ഹോമം ചെയ്യുന്ന യാഗങ്ങള് തുടങ്ങി ആ ത്രേതായുഗത്തില്. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗമാകുമ്പോഴേക്കാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് വിഗ്രഹത്തിൽ ആരാധന തുടങ്ങിയത്. വിഗ്രഹാരാധന കലിയുഗത്തിലെ അല്ല, ദ്വാപരയുഗത്തിൽ തുടങ്ങിയതാണ് ആരാധന. ദ്വാപരയുഗത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹമാണ് ഇന്ന് ഗുരുവായൂരിൽ ഉള്ള ആ ഒരു ഗുരുവായൂരപ്പന്റെ വിഗ്രഹം. വസുദേവര് പൂജിച്ചു, പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചു. അപ്പൊ വിഗ്രഹാരാധന ദ്വാപരയുഗത്തില്. ഈ ദ്വാപരയുഗത്തിന്റെ അവസാനമായപ്പോഴേക്കും വേദവ്യാസനായിട്ട് ഭഗവാൻ അവതരിച്ച് അദ്ദേഹം വേദങ്ങളെ 4ആയിട്ട് വ്യാസം ചെയ്തു. ഋഗ്, യജു, സാമ, അഥർവാഖ്യാൻ, വേദാൻ, ശത്വാരൂദ്രത. വേദങ്ങളെ 4ആയിട്ട് വിഭജിച്ചു അദ്ദേഹം. പൂജകള്, ഹോമങ്ങള് ഒക്കെ ചെയ്യാവുന്ന, യാഗങ്ങളൊക്കെ ചെയ്യാവുന്ന ഭാഗം എടുത്തിട്ട് ഒന്ന് വേറെ ഒതുക്കി വെച്ചു. മന്ത്രങ്ങളെ ഒരു ഭാഗത്തായിട്ട്, പാട്ടുപാടി ഭഗവാനെ ആരാധിക്കുന്ന ഭാഗം സാമവേദമായിട്ട്. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിനെ 4ആയിട്ട് വിഭജിച്ചു. കാരണം എല്ലാ അറിവും എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റില്ല.
ഇപ്പോൾ SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇനിയിപ്പോൾ ഏതാ വേണ്ടത്? LLB, MBBS, IAS, IPS എല്ലാം കൂടി പഠിക്കുക. എല്ലാം കൂടി ഒരാളെ കൊണ്ട് പറ്റുക? ആരെങ്കിലും ഒരാളോ രണ്ടാളോ അങ്ങനെ ചിലപ്പോ ഒന്നിന്റെ കൂടെ മറ്റത് എടുക്കാൻ ശ്രമിച്ചാലായി എന്നല്ലാണ്ട് എല്ലാവർക്കും ഇപ്പോൾ 4 കൂടി എടുക്കാൻ പറ്റുമോ? ഞാൻ IPS പഠിക്കുക, പോലീസ് രംഗത്ത് കേമനായിട്ട് മാറണം. IAS പഠിക്കുക, കളക്ടറോ ഒക്കെ ആയിട്ട് മാറണം. ആ കൂട്ടത്തിൽ ഡോക്ടറോ ആണ്, MBBS പഠിക്കുക. എനിക്ക് വക്കീലാണ്, LLB പഠിക്കുക. അത് 4 കൂടി പഠിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അതിൽ ഏതെങ്കിലും ഒന്നിനെ എടുക്കാനായിട്ട്, ഇത് 4 അറിവ് തന്നെയല്ലേ? 4 അറിവ് തന്നെയാണ്. 4 വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം തന്നെയാണ്. 4 ലോകത്തിന് ആവശ്യമാണ്. ഡോക്ടറും ആവശ്യമുണ്ട്, വക്കീലും ആവശ്യമുണ്ട്, കളക്ടറും ആവശ്യമുണ്ട്, പോലീസ് ആവശ്യം, എല്ലാം ആവശ്യമുണ്ട് നമുക്ക് എന്ന് വിചാരിച്ച് എല്ലാം കൂടി പറ്റില്ല. ഇതുപോലെ വേദത്തിലെ എല്ലാ ഭാഗങ്ങളും കൂടി മനസ്സിലാക്കാൻ ഒരാളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് വേദത്തില് ഓരോന്നും പ്രത്യേക ഡിവിഷനായിട്ട് മാറ്റിവെച്ചു, 4ആയിട്ട്. ധനുർവേദം, ആയുർവേദം, ഗാന്ധർവവേദം, ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് അഥർവവേദമായിട്ട് ഉള്ളത്. ഈ വേദത്തെ 4ആയിട്ട് വ്യാസം ചെയ്തപ്പോഴും ഈ വേദത്തെ ഒന്നും കലിയുഗത്തിൽ ആരും എടുക്കില്ല എന്ന് മനസ്സിലായി. നമ്മൾ എത്ര പേരുണ്ട് വേദം പഠിച്ചവര്? അധികമൊന്നും ഉണ്ടാവില്ല. അപ്പൊ വേദം പഠിച്ചത് വ്യാസം ചെയ്തതുകൊണ്ട് കലിയുഗത്തിൽ ആളുകൾക്ക് ഉപകാരമാവില്ല. വേദവ്യാസ മഹർഷിയെ പോലെയുള്ള സജ്ജനങ്ങള് അവരവരുടെ ആവശ്യമല്ല, അവരവരുടെ സുഖമല്ല നോക്കുക, മറ്റുള്ളവരുടെ സുഖം നോക്കുക. ഈശ്വരനെ കലിയുഗത്തിൽ ആരാധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു വെച്ചാൽ ആ വേദസാരത്തെ കഥാരൂപത്തിൽ എഴുതി വെച്ചു. അതാണ് പുരാണങ്ങൾ. വിഷ്ണുവിനും ശിവനും ശക്തിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് 17 പുരാണങ്ങൾ എഴുതി വെച്ചു അദ്ദേഹം. അന്നത്തെ ഭാരത ചരിത്രം മഹാഭാരതം എന്ന ഇതിഹാസമായിട്ട് എഴുതി വെച്ചു. ഇപ്രകാരം സംഭവിച്ചത് തന്റെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണ് മഹാഭാരതത്തിൽ വേദവ്യാസർ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് വിസ്തരിച്ച് എഴുതിയപ്പോ മഹാഭാരതത്തിന്റെ വലുപ്പം കുറച്ച് കൂടിപ്പോയി. 1,25,000 ശ്ലോകങ്ങള് മഹാഭാരതത്തിൽ, 1.25 ലക്ഷം ശ്ലോകങ്ങള്. അതിന്റെ വലിപ്പം കണ്ട് അദ്ദേഹം തന്നെ പരിഭ്രമിച്ചു. ഇതൊന്നും ആരും എടുത്ത് വായിക്കലുണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ഇത്രയൊക്കെ ഞാൻ ലോകത്തിന് വേണ്ടി ചെയ്തിട്ടും എന്തേ ഇതൊന്നും ആരും എടുത്ത് വായിക്കാത്തത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നാരദ മഹർഷി വേദവ്യാസരുടെ ആശ്രമത്തിലേക്ക് വരുന്നത്. എന്താ വേദവ്യാസ ഒരു വിഷമം എന്ന് ചോദിച്ചപ്പോ, എന്റെ വിഷമം എന്നെ കുറിച്ച് ആലോചിച്ചിട്ടല്ല, കലിയുഗത്തിൽ വരാൻ പോണ ആളുകൾക്ക് പല പല വിഷമങ്ങൾ ഉണ്ടാവും. ആ വിഷമങ്ങളിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? വേദത്തെ വ്യാസം ചെയ്തു. വേദമൊന്നും കലിയുഗത്തിൽ ആരും എടുക്കില്ല. പുരാണങ്ങള് ആരും എടുത്ത് വായിക്കാൻ പുറപ്പെടും തോന്നുന്നില്ല. സ്കന്ദപുരാണം ആരാ വായിച്ചിട്ടുള്ളത്? ഭവിഷ്യപുരാണം, ബ്രഹ്മവിവർത്ത പുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മപുരാണം, വാമനപുരാണം, മത്സ്യപുരാണം, കുറവുപുരാണം എന്നുകൊണ്ട് പുരാണങ്ങളുണ്ട്. ആരെടുത്ത് വായിച്ചിട്ടുണ്ട്? ആരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ മഹാഭാരതം, അതിന്റെ വലിപ്പം കണ്ടാൽ തന്നെ ആരെങ്കിലും എടുത്ത് വായിക്കുകയോ ചോദിക്കുക. 1,25,000 ശ്ലോകങ്ങള്. ആരാ വായിക്കാൻ പുറപ്പെടുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 41 ദിവസം വേണം മഹാഭാരതം വായിക്കണമെങ്കിൽ. ഇവിടെ 7 ദിവസമുള്ള ഭാഗവതം വായിക്കണതിന് കേൾക്കാൻ ആളുകൾക്ക് വരാൻ സമയം കിട്ടുന്നില്ല. പിന്നെ 41 ദിവസത്തേക്ക് ആരെങ്കിലും വരിക? ഇത് വായിക്കാൻ അറിയുന്നവർ വേണ്ടേ? സംസ്കൃതം മാത്രമേ ഉള്ളൂ. സംസ്കൃതത്തില് വായിക്കുക, അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. ഇത് വായിക്കാനും കേൾക്കാനും ആര് തയ്യാറാവും? അപ്പൊ ഞാൻ ഈ ചെയ്തതുകൊണ്ടൊന്നും ഉപകാരം ചെയ്യേണ്ടതായോ ചോദിച്ചപ്പോഴാണ് അങ്ങൊരു കാര്യം ചെയ്യൂ, കൃഷ്ണകഥകളെ ഭംഗിയായിട്ട് വിസ്തരിക്കൂ. കലിയുഗത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര കഥ, ഭഗവാന്റെ ഭക്തവാത്സല്യം എന്ന ആ ഒരു ഗുണത്തിന് കലിയുഗത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഭക്തിക്കാണ് കലിയുഗത്തിൽ പ്രാധാന്യം, നാമജപത്തിനാണ്. അതുകൊണ്ട് നാമപുരാണം അങ്ങ് എഴുതിക്കോളൂ. ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ച്, ഭഗവാന്റെ അനവധി നാമങ്ങളെ വർണ്ണിക്കുന്ന ഭഗവത് കഥകളെക്കുറിച്ച് വർണ്ണിക്കൂ. കൃഷ്ണകഥകൾ കേട്ടിട്ടാണ് ഞാൻ ഇന്ന് കാണുന്ന നാരദനായത് എന്ന് പറയുക. അപ്പൊ അതെങ്ങനെ ചോദിച്ചപ്പോ, കഴിഞ്ഞ ജന്മത്തിൽ ഞാന് ഒരു ദാസിയുടെ പുത്രനായിരുന്നു. എൻ്റെ അമ്മ ഏതോ ഒരു ധനിക ഗൃഹത്തില് വേലക്കാരിയായിരുന്നു എന്ന് പറയുക. അങ്ങനെ വേലക്കാരിയായിരുന്ന ആ ഒരു അമ്മയുടെ കൂടെ താമസിക്കുന്ന എനിക്ക് കുറച്ച് കൃഷ്ണകഥകൾ കേൾക്കാൻ അവസരം വന്നു. അതെങ്ങനെ? എൻ്റെ അമ്മ പണിയിരിക്കുന്ന വീട്ടില് കുറച്ച് സജ്ജനങ്ങൾ വന്നു. ആ സജ്ജനങ്ങള് അവരുടെ രാവിലെയുള്ള ഹോമവും പൂജയും ഒക്കെ കഴിയുമ്പോ അവര് ഭഗവാന്റെ കഥകൾ പറയാൻ തുടങ്ങും. നമ്മളിവിടെ ഈ ഭവനത്തിലും ഒരു ഭാഗത്ത് ആ പൂജാ കാര്യങ്ങള്, ഹോമങ്ങള് ഓരോന്നായിട്ട് എങ്ങനെ നടക്കണം, മറ്റൊരു ഭാഗത്ത് ഭാഗവത പാരായണം നടക്കണം,
ആ ഭാഗവത പാരായണത്തിനിടയിൽ ഭഗവാന്റെ കഥകൾ പറയണം. ഇതെല്ലാം കൂടി ഒരുമിച്ച് പൂജയ്ക്കായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് അവിടെ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്യാം, ഭാഗവത പാരായണം കേൾക്കാം, ഭാഗവത കഥകളും കേൾക്കാം, ഇവിടെ നടക്കുന്ന ഭഗവാന്റെ അഭിഷേകാദി കാര്യങ്ങളും. ഇന്നിപ്പോ രാവിലെ ഒരു 10-51 കുടം പാലുകൊണ്ടാണ് ഭഗവാൻ അഭിഷേകം ഉണ്ടായത്. ആ അഭിഷേകങ്ങളൊക്കെ ദർശിക്കാൻ സാധിക്കണോ? ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ സാധിക്കുമോ? കാരണം പിന്നാലെ തൊഴാനുള്ള ആൾക്കാരുണ്ടാവും, മാറും നീങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ നീങ്ങുകയും ചെയ്യുക. കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് തൊഴുതങ്ങനെ പോകാനേ പറ്റും. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ പാലഭിഷേകം തുടങ്ങിയാൽ അത് കഴിയുന്നത് വരെ നമുക്ക് തൊഴുതുകൊണ്ട് നിൽക്കാൻ സാധിക്കണോ? ഇന്നും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ പാലഭിഷേകം തുടങ്ങാനായിട്ട്. വലിയ സന്തോഷമായി ഇത് കണ്ടപ്പോൾ. കാരണം എന്താ, കുട്ടികൾക്ക് നമ്മൾ വീട്ടിലെ വിഗ്രഹത്തിൽ പാലഭിഷേകം ചെയ്തുകൊണ്ട് കാണാൻ അവസരം കൊടുക്കുക. അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് 51 കുടം പാലഭിഷേകം കുട്ടികളൊക്കെ തൊഴിയിക്കാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള അവസരം ഇവിടെ ഒരുക്കുമ്പോ അത് കുട്ടികളെ കൊണ്ടുവന്ന് തൊഴിയിക്കുക. കാരണം ഭഗവാന്റെ പാലഭിഷേകം കണ്ടു കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധാവുക ചെയ്യുക. മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊന്നും വരില്ല. കുട്ടികളൊക്കെ കൊണ്ടുവന്ന് തൊഴിയിക്കാൻ പറ്റുകയാണെങ്കിൽ എന്നും ഉണ്ടാവുന്ന തോന്നുന്നത് പാലഭിഷേകം. അപ്പോ ആ പാലഭിഷേകം തൊഴുമ്പോ എന്താ വെച്ചാൽ കുട്ടികളെ കൊണ്ട് തൊഴിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ തുടങ്ങിയിട്ട് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒന്നും പോവാണ്ടേ മനസ്സ് ശുദ്ധമായിട്ട് മാറും. അതെന്ത് വേണം? അവരെ കൊണ്ടുവന്ന് പാലഭിഷേകം തൊഴിയിക്കണം. അവിടെ ഗണപതി ഹോമം നടക്കുന്നുണ്ടാവും. രാവിലെ സ്കൂളിൽ പോണതിന്റെ മുമ്പ് അവിടെ ഹോമം പോയിട്ട് തൊഴുക. അവിടെ അനവധി പത്മ ഇട്ട് വെച്ചിട്ടുണ്ടാവും പൂജകൾക്ക്. ആ പത്മൊക്കെ കൊണ്ടുവന്ന് കാണിക്കുക അവരെ. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും അമ്പലത്തിൽ ഹോമം കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ടുപോയി അവിടെ നിർത്താൻ പറ്റുമോ? അതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഈ ഒരു ഭവനത്തിൽ ഒരുക്കുമ്പോ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല, നമുക്ക് പരിചയമുള്ള ആളുകൾക്കൊക്കെ ഇന്ന് വാട്സപ്പ് മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുവഴി അവർക്ക് വിവരം കൊടുക്കുക. ഇവിടെ ഒരു ഭവനത്തിൽ ഇങ്ങനെ ഒരു മഹാസൽക്കർമ്മങ്ങൾ നടക്കണോ, ഒരു ദിവസമെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് പങ്കെടുക്കൂ, കുട്ടികളെ കേൾപ്പിക്കൂ, ഭാഗവതം കേൾപ്പിക്കൂ. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒഴിവുള്ള ദിവസങ്ങളാണ്. കൊണ്ടുവന്ന് പൂജകളും ഹോമങ്ങളും ഒക്കെ ഒന്ന് തൊഴിയിക്കൂ. അവർക്കതിന്റെ പുണ്യം ലഭിക്കട്ടെ. രാവിലെ ഭഗവാന് പാലഭിഷേകം നടക്കണോ, ആ അഭിഷേകം ഒന്ന് തൊഴുക. ഒരു കുടം പാല് കൊണ്ട് അഭിഷേകമാണ് വെച്ചാൽ അത് അധികം നേരം തൊഴുതു നിൽക്കാനില്ല, 2 മിനിറ്റ് കൊണ്ട് കഴിയും. ഇത് 51 കുടം പാല് കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. ഒരു അരമണിക്കൂറോളം ആ തൊഴുതുകൊണ്ട് ആ ചടങ്ങുകൾ തൊഴുതു നിൽക്കാൻ പറ്റും. എത്ര ധന്യമായിട്ടുള്ള രംഗമാണ്. അതിനുള്ള അവസരം എല്ലാ ദിക്കിലൊന്നും കിട്ടില്ല. അവസരം കിട്ടുമ്പോ അത് ഒരു ചെലവുമില്ല. അവിടെ രാവിലെ എണീറ്റ് വരിക വേണ്ടു, രാവിലെ എണീറ്റ് വന്ന് തൊഴുക മാത്രമേ വേണ്ടൂ. ചായ ഉച്ചയ്ക്ക് ഭക്ഷണം ഒക്കെ ഇവിടെ കൊടുക്കണ്ടെന്ന്. അപ്പോ നല്ല കാര്യങ്ങൾക്ക് അവസരം, ഭഗവത് കഥകൾ കേൾക്കാനൊക്കെയുള്ള അവസരം പാഴാക്കരുത്. നാരദ മഹർഷി പറയണു, ഇതുപോലെ സൽക്കർമ്മങ്ങൾ നടക്കുന്ന ഒരു വീട്ടിലെ വേലക്കാരിയുടെ മകനായിരുന്നു ഞാൻ എന്ത് ചെയ്തു, അവിടെ ഈ സൽക്കർമ്മങ്ങൾ നടക്കുമ്പോ പൂജകളൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്ത് കഥ പറയുന്ന സമയത്ത് ഞാൻ ദൂരെ പോയിരുന്ന കഥകൾ കേട്ടു. ആ കഥ കേൾക്കാൻ വേണ്ടി വന്നിരുന്നു. ഇവിടെ നമ്മൾ കുട്ടികളെ കൊണ്ട് വരികയാണെങ്കിൽ കുട്ടികൾ ഇത്രയും വലിയൊരു ദീപസ്തംഭം ഒരു വീട്ടില് ആരും കണ്ടിട്ടുണ്ടാവില്ല. അമ്പലത്തിലോ കണ്ടിട്ടുണ്ടാവും, അവർ ശ്രദ്ധിച്ചു നോക്കിയിട്ടും ഉണ്ടാവില്ല. ചിലപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഇതാണ് ദീപസ്തംഭം എന്നാണ് അതിനെ പറയുക എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ഭവനത്തില് ഇത്രയും വലിയൊരു ദീപസ്തംഭം, അതങ്ങനെ തിളങ്ങി നിൽക്കണത്, നെയ്വിളക്കില് ശോഭിക്കണത്, ഒരുപാട് കൃഷ്ണവിഗ്രഹങ്ങൾ ഇരിക്കുന്ന ഭാഗവത വീതി, ഇതൊക്കെ ഓരോന്നും കൊണ്ടുവന്ന് കുട്ടികളെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അതങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നാരദ മഹർഷി പറയുക, വേലക്കാരിയുടെ മകനായിട്ടുള്ള അവര് കഥ പറയണത്, അവര് പൂജ ചെയ്യണത്, ഹോമം ചെയ്യണതൊക്കെ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് അവരൊരു ഭാഗത്ത് പൂജകളൊക്കെ കഴിഞ്ഞിട്ട് കഥ പറയുന്നുണ്ട്. എന്താ അവര് പറയണത്? തത്രാന്യുഹം കൃഷ്ണകഥാ പ്രകായത അനുഗ്രഹേണാശ്രണവം മനോഹര. കൃഷ്ണന്റെ കഥകളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആ കൃഷ്ണകഥകൾ കേട്ടു നിന്നു എന്ന് പറയുക. മാത്രമല്ല, എനിക്ക് കഴിക്കാനായിട്ട് അവിടെ നിവേദിച്ച പഴവും ഉണ്ണിയപ്പവും അതുപോലെ കൽക്കണ്ടവും മുന്തിരിയും പായസവും ഒക്കെ കിട്ടിയെന്ന് പറയുക. സാധാരണ വീട്ടിൽ ഇതുവല്ലതും കിട്ടുമോ? അല്ലെ, വീട്ടിലെ കുട്ടിക്ക് ചിലപ്പോ പണം കൊടുത്തു എന്ന് വരും. വീട്ടിലെ കുട്ടിക്ക് ലഡുവോ ജിലേബിയോ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് വരും. ആ കുട്ടിയുടെ ഒപ്പം ഇരുന്നിട്ട് കഴിക്കാൻ വേലക്കാരിയുടെ കുട്ടിയെ വിളിക്കുക. നമ്മുടെ കുട്ടികളുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ വേലക്കാരുടെ കുട്ടിയെ വിളിക്കൂ, ആ കുട്ടിയെ കൂട്ടിയിരുന്ന് ഭക്ഷണം കഴിപ്പിക്കുക. അവനവിടെ വരാന്തയിൽ കൊടുക്കുക, അവിടെ പർക്കേരിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കുക എന്നേ പറയുള്ളൂ. അല്ലേ, ഒരു വേലക്കാരുടെ മകൻ എന്ന് പറയുമ്പോൾ ഒരു അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷേ എനിക്ക് ആ വീട്ടിലെ കുട്ടികൾക്ക് കൃഷ്ണകഥകൾ കേൾക്കാൻ പറ്റിയില്ല. വേലക്കാരുടെ മകനായിട്ടുള്ള എനിക്ക് ഇത് കേൾക്കാൻ പറ്റി. അത് കേൾക്കാൻ ചെന്നിരിക്കും പോലെ ഇന്നലെ മഹാത്മ്യത്തിന് വന്ന എല്ലാവർക്കും ഉണ്ണിയപ്പ കിട്ടിയത് അല്ലേ? എല്ലാവർക്കും കൊടുത്തു വൈകുന്നേരം ആ ഒരു ഉണ്ണിയപ്പം. വന്ന കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കിട്ടി. ഇതാണ് ഭാഗവത്തിന്റെ മുമ്പിൽ വ്യത്യാസമൊന്നുമില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ. അന്ന് ആ കഥകൾ കേൾക്കാൻ പോയിരുന്ന എനിക്ക് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ കിട്ടി. അവിടെ നിവേദിച്ച ചോറാണ് ഞാൻ കഴിച്ചത്, അവിടെ നിവേദിച്ച പായസം എനിക്ക് തന്നു, അപ്പവും കൽക്കണ്ടവും മുന്തിരിയും ഇതൊക്കെ എനിക്ക് തന്നപ്പോ ഞാൻ വീണ്ടും വീണ്ടും കഥ കേൾക്കാനായിട്ട്. വേലക്കാരുടെ മകനാകുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോ 5 വയസ്സേ ആയിട്ടുള്ളൂ, സ്കൂളിൽ പോകുന്ന പ്രായമായിട്ടില്ല, 5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോ 5 വയസ്സുള്ള ഞാൻ ആ കഥകൾ കേട്ട് കേട്ട് ഒരു ദിവസം ആ സജ്ജനങ്ങള് പോവാൻ തയ്യാറായി. അവർ കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞു അല്ലെ, യജ്ഞം കഴിഞ്ഞു തിരിച്ചു പോണത് പോലെ അവർ തിരിച്ചു പോകുമ്പോ എനിക്ക് വലിയ സങ്കടമായി എന്ന് പറയുക നാരദൻ. എന്തേ, നാളെ മുതൽ എങ്ങനെയാ ഞാൻ ഈ കഥ കേൾക്കുക? ആരാ എനിക്ക് കഥ പറഞ്ഞു തരിക? എനിക്ക് ആ കഥ കേട്ട് 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 മതിയായിട്ടില്ല. ആ കഥയിൽ പറയുന്നതായിട്ടൊരു കുട്ടിയുണ്ട്, പശുക്കളെ മേച്ച് കിടക്കുന്ന കുട്ടി, എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന ഓടക്കോട് വിളിക്കുന്നതായിട്ട് കുട്ടി, വാലിട്ട് കണ്ണെഴുതിയതായിട്ടുള്ള കുട്ടി, തലയിൽ പീലി വെച്ചതായിട്ടുള്ള കുട്ടി, പട്ടുകോണം കൊടുത്ത് വെണ്ണ കട്ടെടുക്കുന്ന ഒരു കുട്ടിയുടെ കഥകള് കേട്ട് കേട്ട് എനിക്ക് മതിയായിട്ടില്ല. പക്ഷേ കഥ പറയുന്ന ഒരു പൂവാണ് എന്ന് പറഞ്ഞു. വല്ലാണ്ട സങ്കടം വന്നു. എന്റെ അടുത്ത് അവര് പോണ സമയത്ത് എന്റെ അടുത്ത് വന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു വേദവ്യാസ. നാരദ മഹർഷി പഠിക്കുക, എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് അവരൊരു മന്ത്രം പറഞ്ഞു തന്നു. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃസംഘർഷണായ ച. ഒരു മന്ത്രം പറഞ്ഞു തന്നു. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃസംഘർഷണായ ച. ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞു. അവര് പോയതിനു ശേഷം ഞാൻ ആ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന് പറയുക. വേലക്കാരിയായിട്ടുള്ള അമ്മ പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ പോയതാ, നേരം വിളിച്ചവണതിന് മുമ്പ് പാമ്പ് കടിയേറ്റ് മരിച്ചു. എനിക്ക് അമ്മ മരിച്ചാൽ സങ്കടം ഉണ്ടായിച്ചാലും അമ്മയുടെ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സങ്കടമൊക്കെ മാറ്റിവെച്ച് പോവാനുള്ള ഒരു സമയമായ പോവും എന്ന ബോധം എൻ്റെ ഉള്ളിൽ വന്നു. അതിനെ തടയാൻ നമ്മളെ കൊണ്ടാവില്ല. നമ്മളെ കൊണ്ട് തടയാൻ പറ്റാത്ത കാര്യങ്ങളിൽ ദുഃഖിക്കരുത് എന്നാ പറഞ്ഞത്. തടയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പഠിച്ചിരുന്നു വെച്ചാൽ ജയിക്കായിരുന്നു, അതിനുവേണ്ടി ദുഃഖിച്ചോളൂ. കാരണം എന്തേ ജയിക്കാണ്ടിരുന്ന്? പഠിക്കാത്തതുകൊണ്ട്. ഒന്നുകൂടി പഠിച്ചിരുന്നു വെച്ചാൽ ജയിക്കായിരുന്നു. പരീക്ഷയിൽ തോറ്റാലൊക്കെ ദുഃഖിച്ചോളൂ, കാരണം അവനവന്റെ പോരായ്മ കൊണ്ടാണ്, അവനെ പഠിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഒരാള് മരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച അയാളെ ജീവനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഡോക്ടർമാർ വിചാരിച്ചാൽ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അത് കർമ്മം കഴിഞ്ഞാൽ അവര് പോവാനുള്ളത് പോവും. ആ സമയത്ത് ഒരു സങ്കടം ഉണ്ടാവും എന്ന് വിചാരിച്ച് പിന്നെ ആ സങ്കടത്തോടു കൂടി എന്റെ ജീവിതത്തിൽ അവസാനം വരെ കഴിയല്ല. പോവാനുള്ള ഒരു സമയമായാൽ പോവും. നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം. എനിക്കത് സാധിച്ചു എന്നാ പറഞ്ഞത്. സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട്, കൃഷ്ണകഥകൾ കേട്ടത് കൊണ്ട് അമ്മ മരിച്ചതായിട്ടുള്ള ദുഃഖത്തെ എനിക്ക് തരണം ചെയ്യാൻ സാധിച്ചു. ഞാൻ ആ ധനിക വീട്ടിൽ നിന്നും ഇറങ്ങി ആ നാമം ജപിച്ചുകൊണ്ട് സഞ്ചരിച്ചു. ഒരുപാട് കാടുകളിൽ സഞ്ചരിച്ചു. കാട്ടിലെ പഴങ്ങൾ കഴിക്കൂ, കാട്ടാറിലെ വെള്ളം കുടിച്ച് കാട്ടിലിരുന്ന് തപസ് ചെയ്യും. ഒരിക്കൽ എൻ്റെ ഉള്ളിൽ ആ ശ്രീകൃഷ്ണ ഭഗവാൻ തെളിഞ്ഞു വന്നു എന്ന് പറയുകയാണ്. എനിക്ക് ആ കൃഷ്ണന്റെ കഥകളിലൂടെ കൃഷ്ണന്റെ രൂപം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ ഭഗവാൻ തെളിഞ്ഞു വന്നു. ആ ഭഗവാനെ ഞാൻ നമസ്കരിച്ചു. പക്ഷേ ഉള്ളിലാണ് കണ്ടത്. കണ്ണ് തുറന്നപ്പോൾ മുമ്പിൽ കാണാൻ പറ്റിയില്ല. അപ്പൊ ഒരു അശരീരി വന്നു അത്രേ. ഇനി ആവശ്യമുള്ളപ്പോ എപ്പോഴാച്ചാൽ എന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മോഹിച്ചോളൂ. എപ്പോ വേണമെങ്കിലും എന്നെ മുമ്പിൽ കാണാം. ആഗ്രഹിക്കുമ്പോഴൊക്കെ കാണാൻ പാകത്തിനാണ് ഞാൻ ദർശനം തരുന്നത്. എല്ലാവർക്കും ആഗ്രഹിച്ചോളൂ. നമ്മളോടാ പറഞ്ഞത്, ആഗ്രഹിച്ചോളൂ ഭഗവാനെ കാണാൻ പറ്റും. നാരദ മഹർഷിയോട് പറഞ്ഞു, ദാസീപുത്രനായിട്ടുള്ള ജന്മല്ലേ, അടുത്ത ജന്മത്തില് മതിയാവോളം കാണാം. ആ ജന്മം അങ്ങനെ കഴിഞ്ഞു നാമം ജപിച്ചുകൊണ്ട്. അടുത്ത ജന്മത്തിൽ ബ്രഹ്മാവിന്റെ മടിയിൽ നിന്നാണ് ഈ നാരദൻ ഉണ്ടായത്. ദേവന്മാര് കൊടുത്ത മഹിത എന്ന വീണ
കഴുത്തിലിട്ട് ആ വീണ വീട്ടിയും കൊണ്ട് ശിവരാമ ഗോവിന്ദ മഹാദേവ നാരായണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ. ഈ 7 നാമങ്ങളാണത്രേ നാരദ മഹർഷി ജപിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മൾ സീരിയലൊക്കെ കണ്ടതായിട്ടുള്ള നാരദ നാരായണ നാരായണ മാത്രമേ ജപിക്കുന്ന കണ്ടുള്ളൂ അല്ലേ. ഈ സീരിയൽ ഉള്ളവർക്ക് ഈ നാരദ മഹർഷിയുടെ കഥ അറിയില്ല. ഒരു കഥ മുഴുവൻ വായിച്ചാലല്ലേ അവർക്ക് അറിയുള്ളൂ. ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ. ഇനി അവിടെ നമ്മൾ തിരിച്ചും ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജപിച്ചുകൊണ്ടിരിക്കുക നാരദ മഹർഷി. നാരദ മഹർഷി പറയാ, വേദവ്യാസ, ഞാൻ ഏത് നാമം ജപിച്ചാലും എന്റെ മുമ്പിൽ ആ രൂപത്തിൽ വരും. ശിവാന്ന് ജപിച്ചാൽ ശിവനായിട്ട് വരും, രാമാന്ന് ജപിച്ചാൽ രാമനായിട്ട് വരും, നാരായണന്ന് ജപിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന ശിവപത്മനാഭനായിട്ട് അവിടെ വരും ഭഗവാൻ. ഗോവിന്ദാന്ന് ജപിച്ചു കഴിഞ്ഞാൽ പശുവിനെ മേയ്ക്കുന്ന രൂപത്തിലായിട്ട് വരും ഭഗവാൻ. ഏത് രൂപത്തിലാണ് വിളിച്ചാൽ അപ്പ ആ രൂപത്തിൽ. ഹരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയായിട്ട് മഹാവിഷ്ണുവായിട്ട് 4 കൈകളോട് കൂടി വരും. ഇങ്ങനെ നാമം ജപിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇത്രേ. നാമം ജപിച്ച അപ്പം മുമ്പിൽ ഇങ്ങോട്ട് വരും. എന്താ നാരദ വേണ്ടത്? ഇതൊന്നുമില്ല, ഞാൻ വെറുതെ നാമം ജപിച്ചതാ. ശിവ എന്ന് പറഞ്ഞാൽ ശിവൻ വന്ന് ചോദിച്ചു. ശിവൻ അപ്രത്യക്ഷമാകുമ്പോഴേക്കും രാമ നിയമിക്കുമ്പോഴേക്കും പെട്ടെന്ന് ശ്രീരാമനായിട്ട് വരും. അത് കഴിഞ്ഞ് ശിവരാമ ഗോവിന്ദ നിയമിക്കുമ്പോഴേക്കും പാലഭിഷേകം ചെയ്യുന്ന ഭഗവാനാണ് അത്രേ ഗോവിന്ദൻ എന്നുള്ളത്. സുരഭി മാതാവ് കാമധേനു തന്റെ അകിട്ടിലെ പാല് കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുമ്പോഴാണ് ഗോവിന്ദ 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 എന്ന നാമം ഭഗവാന് കിട്ടിയത്. പാലിൽ കുളിച്ചുകൊണ്ട് അങ്ങനെ വരും അത്രേ. പാലഭിഷേകത്തില് പാലിൽ കുളിച്ച ഭഗവാൻ വരും ഗോവിന്ദ ജപിക്കുമ്പോഴേക്കും. അവസാനം പറഞ്ഞു, ഭഗവാനെ ഞാൻ നാമം ജപിക്കുമ്പോ അങ്ങ് വരണ്ട. വരണ്ടെന്നോ? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ നാമം ജപിക്കണത്. എനിക്കൊന്നും വേണ്ട, എനിക്ക് നാമം ജപിക്കുമ്പോ കിട്ടുന്ന ആനന്ദമുണ്ട്, അത് മതി എന്ന് പറയുകയാണ്. ആ നന്ദനന്ദനുണ്ട് നാമം ജപിക്കുമ്പോ എനിക്ക് ആനന്ദം കിട്ടണോ, അത് മതി. എന്നാ നാരദ, അങ്ങ് ആവശ്യമുള്ളപ്പോ എവിടേക്കാച്ചാൽ വന്നോളൂ എന്ന് പറയുകയാണ്. നാരദ മഹർഷി പറയുകയാണ്, എനിക്ക് എപ്പോ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും വരാനുള്ള അനുവാദം ഭഗവാൻ തന്നു അത്രേ. ഇവിടെ എപ്പോ വേണമെങ്കിലും വരാനുള്ള ആ ഒരു അനുവാദം. വൈകുണ്ഠത്തിലേക്ക് പോകാൻ നാരദ മഹർഷിക്ക് അനുവാദം വാങ്ങണ്ട, കൈലാസത്തിലേക്ക് പോകാൻ അനുവാദം വാങ്ങണ്ട. നമുക്കാണെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പെർമിഷൻ വേണ്ടേ? നേരെ വീടിൻ്റെ അകത്തേക്ക് കയറിയിരിക്കാൻ പറ്റുമോ? വീടിന്റെ പുറത്തുനിന്ന് ചില വീട്ടിലുണ്ടെങ്കിൽ ഗേറ്റിന്റെ പുറത്തുനിന്ന് കോൺപെന്റ് അടിക്കണം അല്ലേ? അതേ കയറിയ നായണ്ട് കടിച്ചു മുറിക്കുന്നു പറഞ്ഞുകൊണ്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ കയറുവാരെങ്കിലും പുറത്തുനിന്ന് കോൺപെന്റ് അടിക്കുകയും വിളിക്കുകയും ചെയ്യും അല്ലേ? ഇനി അല്ലാതെ ഗേറ്റ് തുറന്ന് വീടിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാലും കോൺപെന്റ് അടിച്ചിട്ട് വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ തന്നെ അകത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് ആരാ എന്താന്ന് ചോദിച്ചാൽ മറുപടി പറഞ്ഞിട്ട് പരിചയമുള്ള ആളാണെങ്കിൽ കയറൂന്ന് പറഞ്ഞാലേ കയറാൻ പറ്റുള്ളൂ അല്ലേ? നാരദ മഹർഷിക്ക് അതിന്റെ ആവശ്യമില്ല അത്രേ. നാരദ മഹർഷിക്ക് എവിടെ ചെല്ലാനും അനുവാദം ആവശ്യമില്ലാത്ത ആദ്യത്തെ ആള് നാരദ മഹർഷിയാണ്. രണ്ടാമത്തെ ആൾ ആരാന്നറിയോ? വായുദേവനാണ്. കാറ്റിന് കിടക്കാൻ പെർമിഷൻ വേണം. പക്ഷെ കാറ്റിനെയും നമുക്ക് തടയാൻ പറ്റും അല്ലേ? ഈ ചിപ്സ് മിച്ചർ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കാറ്റ് കിടക്കാത്ത പാത്രത്തിൽ അടച്ചു വെക്കണം എന്നറിയില്ലേ? പപ്പടം കാച്ചി കഴിഞ്ഞാല് തുറന്നു വെച്ച് കഴിഞ്ഞാൽ തണുക്കും. അത് കാറ്റ് കിടക്കാത്ത പാത്രത്തിൽ അടച്ചു വെച്ചാൽ അതിന്റെ ഉള്ളിലേക്ക് കാറ്റ് കിടക്കില്ല അല്ലെ? ജനലും വാതിലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കാറ്റ് കിടക്കാണ്ടിരിക്കും. പക്ഷെ നാരദ മഹർഷി അങ്ങനെ തടയാൻ പറ്റില്ല. വാലടുത്താണെന്നോ അദ്ദേഹം തടയാൻ പറ്റില്ല. രണ്ടാം സ്ഥാനമുള്ള വായുദേവനാ. വായുവിനെയും ചിലപ്പോൾ നമുക്ക് തടുക്കാൻ പറ്റും അല്ലെ? കുറച്ചു നേരം ശ്വാസം പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യാം, കാറ്റെടുക്കാണ്ടൊക്കെ ഇരിക്കാം. അധികം നേരം ഇരിക്കരുത് കേട്ടോ, പിന്നെ എടുക്കേണ്ടി വരില്ല. കുറച്ചു നേരമൊക്കെ ശ്വാസത്തെ പിടിച്ച് നിർത്താൻ പറ്റും നമുക്ക്. പക്ഷേ നാരദ മഹർഷിയെ പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നാ. അദ്ദേഹത്തിന് വൈകുണ്ഠത്തിലേക്ക്, കൈലാസത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എപ്പോഴാച്ചാ പോവാ. മാത്രല്ല ഇനി ദുഷ്ടന്മാരുടെ അടുത്തേക്കും പോവാത്രേ. എന്തിനേയും വന്ന് ചോദിക്കില്ല. ഹിരണ്യകശിപുവിന്റെ അടുത്തോ രാവണന്റെ അടുത്തോ കംസന്റെ അടുത്തോ നാരദ മഹർഷിക്ക് അനുവാദമില്ലാണ്ട് കയറി ചെല്ലാം. നാരദരെ ആരങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കില്ല. കാരണം ആരും പറയേണ്ട ആവശ്യമില്ല. അപ്പോ നാരദ മഹർഷി പറഞ്ഞത് എനിക്ക് എല്ലാ ദിക്കിലും നടക്കാനുള്ള, നാമം ജപിക്കാനുള്ള അനുവാദം തന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. നാമം ജപിച്ച് നടക്കുമ്പോഴാണ് എനിക്ക് ആ അനുവാദം തന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേദവ്യാസ അങ്ങ് ഭാഗവതത്തെ എഴുതിക്കോളൂ എന്ന് പറയുമ്പോ വേദവ്യാസ മഹർഷി ആ ബദരീനാഥത്തില് സരസ്വതി നദി കാണാവുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക്. ആ സരസ്വതി നദി കാണാവുന്ന സ്ഥലത്ത് വേദവ്യാസന്റെ ഒരു ആശ്രമം ഉണ്ട്. ശമ്യാപ്രാസം എന്ന് പറയും. ഒരു ഗുഹയാണ്, വ്യാസഗുഹ. ആ ഗുഹയിലിരുന്ന് കണ്ണടച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭാഗവതം മനസ്സിൽ തോന്നി. അത് ഗണപതിയാണ് അത് എഴുതിയെടുത്തത്.
ആ എഴുതിയ ഭാഗവതത്തെ വേദവ്യാസ മഹർഷി തന്റെ മകനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിയെ പഠിപ്പിച്ചു. ശ്രീശുക ബ്രഹ്മർഷി ആ ഭാഗവതം പാടിയും കൊണ്ട് നടക്കുമ്പോ ഗംഗാതീരത്ത് ഉള്ള പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുത്തു എന്ന് പറയുക. അപ്പോഴാണ് പരീക്ഷിത്ത് എങ്ങനെ ഗംഗാതീരത്ത് എത്തിയെന്ന് ചോദിക്കുക. പരീക്ഷിത്ത് എങ്ങനെ ഗംഗാതീരത്ത് എത്തി പറയണു. പാണ്ഡവന്മാരുടെ ആ വനവാസകാലവും അജ്ഞാതവാസകാലവും ഒക്കെ കഴിഞ്ഞ് പാണ്ഡവന്മാർക്ക് കൗരവന്മാര് രാജ്യം തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. കുരുക്ഷേത്ര യുദ്ധം വന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ദൂതനായി വന്നിട്ടും അവിടെ ദുര്യോധനൻ ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. ആ യുദ്ധത്തിന്റെ അവസാനം കൗരവന്മാരിൽ 100 പേരും മരിച്ചു. അത് 99 പേര് മരിച്ചു. 100ാമത്തെ ആള് ഇനി മരിക്കാൻ ബാക്കിയുള്ളത്. ജന്മം കൊണ്ട് ആദ്യത്തെ ആളും ആ 100 പേരിൽ മരണം കൊണ്ട് അവസാനത്തെ ആളുമാണ് ദുര്യോധനൻ. അല്ലെ, ജനിച്ചത് ആദ്യമാണ്, മൂത്ത മകനാ. മരണത്തിൽ അവസാനാണ് ദുര്യോധനൻ ആ മരണവെപ്രാളത്തിൽ അങ്ങനെ കിടക്കുക. ഭീമസേനന്റെ ഗത കൊണ്ടുള്ള അടിയിട്ട് തൊട തകർന്ന് കിടക്കുമ്പോ അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? ദുര്യോധനന് സന്തോഷാവട്ടെ എന്ന് വിചാരിച്ച് ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലി പുത്രന്മാരുടെ തല വെട്ടിക്കൊണ്ടുവന്നു. അത് കണ്ടപ്പോ ദുര്യോധനും ജുഗുപ്സിതം നിന്ദ്യമായി മാത്രമേ തോന്നിയത്. വേണ്ടിയിരുന്നില്ല, ഈ ഉറങ്ങിക്കിടക്കുന്നവരുടെ തലവെട്ടി എന്നുള്ളത് ഇപ്പൊ എന്താ കേമത്തം? യുദ്ധത്തിൽ ആയുധവുമായിട്ട് നിൽക്കുന്നവരുടെ തലവെട്ടിയാലല്ലേ വീര്യകർമ്മം എന്ന് പറയാൻ പറ്റുള്ളൂ. ഉറങ്ങിക്കിടക്കുന്നവരെ പോയി കൊന്നിട്ട് ഞാൻ 4 ആളെ കൊന്നു ധൈര്യമുള്ള ആളാന്ന് പറയാൻ പറ്റുമോ? ഉറങ്ങിക്കിടക്കുന്നവരെ ചെയ്യുന്നോട് കാര്യമില്ല, നല്ല ധൈര്യത്തോടു കൂടി ഇരിക്കുന്നവരെ വേണം. പക്ഷെ ദുര്യോധനൻ അപ്പോഴേക്കും മരിച്ചുപോയി എന്ന് പറയുക. പാഞ്ചാലി അറിഞ്ഞു തന്റെ പുത്രന്മാരുടെ കഥ കഴിച്ചു എന്നുള്ളത്. പാഞ്ചാലി പൊട്ടിക്കരയുമ്പോ അർജുനൻ തേരിൽ കയറി പോവുകയാണ്. ഈ അക്രമം ചെയ്തവന്റെ കഥ കഴിക്കുന്നു പറഞ്ഞ ഭഗവാൻ തേരോടിക്കാനായിട്ട് പാർത്ഥസാരഥിയായിട്ട് വന്നു. അശ്വത്ഥാമാവിന്റെ നേരെ പിടിക്കാനായിട്ട് വരുമ്പോ അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം അയച്ചു. അർജുനൻ ചോദിച്ചു, എന്താ ഭഗവാനെ വേണ്ടത്? ബ്രഹ്മാസ്ത്രം തന്നെ അയച്ചോളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ ബ്രഹ്മാസ്ത്രം അയക്കാൻ പറഞ്ഞതോടുകൂടി അർജുനനും ബ്രഹ്മാസ്ത്രം അയച്ചു. രണ്ട് ബ്രഹ്മാസ്ത്രങ്ങൾ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടം തന്നെ ഇല്ലാണ്ടാവും. അതുകൊണ്ട് അർജുനനോട് പറഞ്ഞു, അർജുന 2 ബ്രഹ്മാസ്ത്രത്തെയും തിരിച്ചെടുക്കാൻ പറഞ്ഞു. 2 ബ്രഹ്മാസ്ത്രത്തെയും അർജുനൻ തിരിച്ചെടുത്തു. അശ്വത്ഥാമാവനെ പിടിച്ചു കെട്ടി കൊല്ലാനായിട്ട് നോക്കുമ്പോ പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിടിച്ചു കെട്ടി പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട സമയത്ത് പാഞ്ചാലി പറഞ്ഞു, അഴിച്ചു വിട്ടേക്കൂ എന്ന് പറഞ്ഞു. നിന്റെ കുട്ടികളെ കൊന്ന ഇവനെ അഴിച്ചു വിടുകയാണോ വേണ്ടത് ചോദിച്ചു. അതെ, എന്താ വെച്ചാൽ എന്റെ കുട്ടികളൊക്കെ മരിച്ച ദുഃഖം ഞാൻ അനുഭവിക്കുകയാണ്. ഇനി ഈ അശ്വത്ഥാമാവ് മരിച്ചു കഴിഞ്ഞാൽ അശ്വത്ഥാമാവിന്റെ അമ്മ കൃപി ദുഃഖിക്കും. ഒരമ്മയ്ക്ക് സങ്കടം ഉണ്ടാവരുത്, അഴിച്ചു വിടാൻ പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ അശ്വത്ഥാമാവിന്റെ അച്ഛൻ ദ്രോണരുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ഗുരുനാഥന്റെ മകനെ കൊല്ലുന്നത് ഗുരുത്തക്കേടാണ്, അഴിച്ചു വിടുമെന്ന് പറഞ്ഞു. യുധിഷ്ഠിരനും പറഞ്ഞു അഴിച്ചു വിട്ടോളാൻ പറഞ്ഞു. പക്ഷെ ഭീമൻ പറഞ്ഞു ഇവനെ കൊല്ല് തന്നെയാ വേണ്ടത് അർജുന എന്ന് പറഞ്ഞു. ഈ ഭീമനും യുധിഷ്ഠിരനും ഒക്കെ 2 അഭിപ്രായം പറഞ്ഞപ്പോ അർജുനൻ എന്താ വേണ്ടത് എന്ന് ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു ഇവനെ കൊല്ല് തന്നെയാ വേണ്ടത്. കാരണം ഇല്ലെങ്കിൽ ഭീമൻ പറഞ്ഞതുപോലെ ഇവൻ വീണ്ടും അക്രമം ചെയ്യും. പക്ഷെ കൊന്നു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപം വരും. കാരണം ദ്രോണര് ബ്രാഹ്മണനാ. അപ്പൊ അതുകൊണ്ട് അശ്വത്ഥാമാവ് ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ബ്രഹ്മഹത്യാ പാപം വരും. അതുകൊണ്ട് എന്താ വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അർജുനന് മനസ്സിലായി കൊല്ലാക്കൊല ചെയ്യാന്ന് പറഞ്ഞു. ജീവനെടുത്തില്ല, ബാക്കിയുള്ള രീതിയിലൊക്കെ കൊന്നു അത്രേ. എങ്ങനെയാ? വവനം ദ്രവിണാദാനം. സഭയിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പകുതി താടി മുടിയൊക്കെ വടിച്ചു കളഞ്ഞു. മൂർധാവിലുള്ള ഒരു രത്നം പിഴുതെടുത്ത് നിറഞ്ഞ സഭയിൽ വെച്ച് അട്ടി ഓടിച്ചു. അതോടുകൂടി അശ്വത്ഥാമാവിന് തോന്നി ഇതിലും ഭേദം മരിക്കുകയായിരുന്നു തോന്നിയത്രേ. അതാണ് കൊല്ലാക്കൊല. കൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എന്നാൽ കൊന്നതിനേക്കാൾ അപകടത്തിലാക്കി മാറ്റി. അപമാനഭാരം കൊണ്ട് അശ്വത്ഥാമാവ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ജീവൻ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ജീവനൊക്കെ തിരിച്ചു കിട്ടിയില്ലോ. അങ്ങനെയല്ല, പാണ്ഡവന്മാർ ഇല്ലാണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാസ്ത്രം അയച്ചു അത്രേ പാണ്ഡവന്മാരുടെ നേരെ. നേരത്തെ അർജുനന്റെ നേരെ അയച്ചുള്ളൂ, ഇത് പാണ്ഡവന്മാർ 5 പേരുടെ നേരെ അയച്ചപ്പോ ഭഗവാൻ അവിടെ സുദർശന ചക്രവുമായിട്ട് നിന്നു. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം പാണ്ഡവന്മാരുടെ നേരെ വന്നില്ല. വേഗം ആ ബ്രഹ്മാസ്ത്രം എങ്ങോട്ട് പോയിച്ചാല് ഉത്തരാദേവിയുടെ ഗർഭത്തെ പോയിട്ട് ആക്രമിച്ചു. ആരാ ഉത്തരാദേവി? അർജുനന്റെ മകൻ അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര.
അഭിമന്യു യുദ്ധത്തിൽ മരിച്ചതാണ്. പാണ്ഡവന്മാര് അവിടെ ഭാഗത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന അഭിമന്യുവിനെ ജയിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ ചക്രവ്യൂഹത്തിന്റെ ഉള്ളിൽ പെടുത്തിയും കൊണ്ട് ചതിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഉത്തര ഗർഭിണിയായിരുന്നു. ഉത്തരാഗർഭത്തെയാണ് ഈ ബ്രഹ്മാസ്ത്രം പോയി ആക്രമിച്ചത്. തന്റെ ഗർഭത്തിലുള്ള ശിശുവിന് ആപത്ത് സംഭവിക്കണമെന്ന് മനസ്സിലാക്കി ഉത്തരാദേവി ഭഗവാനെ വിളിക്കുകയുണ്ടായത്. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപതേ നാണ്യം തുതഭയം പശ്യ എത്ര മൃത്യു പരസ്പരം. ഉത്തരാദേവി പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ മഹായോഗിൻ എന്റെ ഗർഭത്തെ രക്ഷിക്കണേ പ്രാർത്ഥിക്കുക. എന്റെ ഗർഭത്തെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ. പണ്ട് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോ അവിടെ വേറെ ആരും രക്ഷയ്ക്ക് വന്നിട്ടില്ലല്ലോ, ഭഗവാനല്ലേ രക്ഷയ്ക്കായിട്ട് വന്നത്. അതുപോലെ എന്റെ ഗർഭത്തെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ഭഗവാൻ ചെറിയൊരു രൂപത്തിൽ ഉത്തരാദേവിയുടെ ഗർഭത്തിൽ വന്ന് ആ ശിശുവിനെ രക്ഷിച്ചു. ഈ ഉത്തരാദേവിയുടെ കരച്ചിൽ കേട്ട് സ്ത്രീകളൊക്കെ ഓടി വന്നു. പാഞ്ചാലി, സുഭദ്ര, കുന്തിദേവിയൊക്കെ ഓടി വന്നു. കാരണം ഒരു ഗർഭിണി നിലവിളിക്കുമ്പോ പെറ്റ പെണ്ണുങ്ങൾക്കല്ലേ അതിന്റെ വിഷമം അറിയുള്ളൂ. ഓടിച്ചെന്ന് എന്താ ഉത്തരയെ പറ്റിയത് ചോദിക്കുമ്പോ എന്റെ വയറ്റിലെ കുട്ടിക്ക് എന്തോ ആപത്ത് സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, പക്ഷെ ഇപ്പോ രക്ഷപ്പെട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. കുന്തി മാതാവിന് മനസ്സിലായി എന്തോ ആപത്ത് വയറ്റിലെ കുട്ടിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ രക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിയത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലാണ്ട് മറ്റൊരാൾക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. കുന്തിദേവി വേഗം കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു. കൃഷ്ണനാണെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പേ വന്ന ദ്വാരകയെന്ന്, ഞാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി രഥത്തിൽ കയറാൻ ഒരുങ്ങുമ്പോഴാണ് കുന്തിദേവി ഓടി വന്നിട്ട് നമസ്കരിക്കണത്. സാധാരണ കൃഷ്ണൻ കുന്തിദേവിയെ കണ്ടാൽ അങ്ങോട്ട് അച്ഛന്റെ പെങ്ങളാണ്, അപ്പൊ അച്ഛൻ പെങ്ങളെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നമസ്കരിക്കാറാ പതിവ്. ഇവിടെ കുന്തിദേവി കൃഷ്ണനെ നമസ്കരിക്കുക. നമസ്യേ പുരുഷം ദു ആദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഞാൻ നമസ്കരിക്കണു കൃഷ്ണനെ. എങ്ങനെയല്ല കൃഷ്ണൻ വെറുതെ എന്റെ ഏട്ടന്റെ മകനായിട്ടുള്ള കൃഷ്ണനെ എല്ലാം നമസ്കരിക്കുന്നത്. പുരുഷം ദു ആദ്യം ഈശ്വരം, ലോകത്തിന്റെ മുഴുവൻ ഈശ്വരനായിട്ടുള്ള ഭഗവാനെ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഭഗവാനെ. എന്നാൽ കൃഷ്ണനെ സ്നേഹിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഭഗവാനെ. കുറച്ച് ഭാഗവതം കേട്ടാൽ മതി, ഈ കൃഷ്ണനെ മനസ്സിലാവും. നമ്മുടെ കൂടെയുള്ള ആളാണ് കേട്ടോ, എപ്പോ വിളിച്ചാലും ഓടി വരുന്ന ആളാണ്. നമ്മുടെ കുട്ടികൾ എപ്പോ വിളിച്ചാലും വന്നോളണം എന്നില്ല, പക്ഷെ ഈ കുട്ടി എപ്പോ വിളിച്ചാലും ഓടി വന്നോളും. എവിടെ വെച്ചും വിളിക്കാം. നമ്മുടെ കുട്ടികളെ വിളിക്കുകയാണെങ്കിൽ അയ്യോ അവനെ റേഞ്ച് ഇപ്പൊ ക്ലാസ്സിലാ തോന്നണോ, ഫോൺ എടുക്കണില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, റേഞ്ചിന് പുറത്താണ്. ഈ ഭഗവാൻ എപ്പോഴെങ്കിലും റേഞ്ചിന് പുറത്താകുക? കാരണം അത് എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളാണ്. അതുകൊണ്ട് ഒരിക്കലും റേഞ്ചിന് പുറത്താകില്ല. മൊബൈൽ ചാർജ് ഇല്ല എന്ന് വിചാരിച്ചാൽ കുട്ടിയെ വിളിക്കാൻ പറ്റില്ല, റേഞ്ച് ഇല്ല. ഭഗവാനെ ചാർജ് കുറയില്ല, എപ്പോഴും ഫുൾ ചാർജിൽ നിൽക്കുന്ന ആളാ ഭഗവാൻ. ഭഗവാനെ വിളിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് ചാർജ് ചെയ്ത് വെച്ചാൽ മതി. ഞാനൊരു ആപത്ത് വരുമ്പോ, ഒരു വിഷമം വരുമ്പോ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഈ കൃഷ്ണനെയാണ് ഞാൻ വിളിക്കുക, ഈ കൃഷ്ണനാണ് എന്നെ രക്ഷിക്കാനുള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ ചാർജ് ഇട്ടായാൽ മതി. ഭഗവാൻ ഫുൾ ചാർജിൽ എപ്പോഴും കൂടെയുണ്ട്. എപ്പോഴും രക്ഷിക്കാനായിട്ട് എവിടെ വഴുതി വീഴുമ്പോഴും അയ്യോ ഞാനവിടെ മഴയത്ത് വെള്ളമുള്ളോട് തെന്നി വീഴാൻ പോവുകയാണ്, പക്ഷേ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ തെന്നി തോന്നും, കാലം അങ്ങോട്ട് വെഴുതി തോന്നും, വീഴില്ല. കാരണം പിടിക്കാൻ ഭഗവാൻ അവിടെയുണ്ട്. നമ്മുടെ അച്ഛനോ അമ്മയോ മക്കളോ കൂട്ടുകാരോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും പിടിക്കാൻ വരുന്നുണ്ടോ തെന്നി വീഴുമ്പോ? അവിടെ പിടിക്കാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. വേദനകളെ മാറ്റാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. എന്റെ വേദനകളെ മുഴുവൻ മാറ്റി തന്നത് ഈ കൃഷ്ണനാണ് എന്ന് പറയുക കുന്തിദേവി. ഭീമസേന്റെ കൗരവന്മാർ വിഷം കൊടുത്തു കുട്ടിക്കാലത്ത്, അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു. പാഞ്ചാലിന്റെ വസ്ത്രാക്ഷേപം ചെയ്യാൻ നോക്കി, ഭഗവാൻ സാരി കൊടുത്തയച്ചിട്ട് പാഞ്ചാലിയെ അവിടുന്ന് അപമാനത്തിൽ രക്ഷിച്ചു. അതുപോലെ ദുർവാസാവിന്റെ ശാപത്തിൽ നിന്നും ആ പാത്രത്തിൽ, അക്ഷയപാത്രത്തിൽ ഒരു ചീരയിലെ സൃഷ്ടിച്ച് ആ ചീരയില കഴിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാവരുടെയും വിശപ്പ് മാറ്റി. ഒരു ചീരയില കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ വിശപ്പ് മാറ്റിയ ആളാ ഭഗവാൻ. അപ്പൊ ഇങ്ങനെയുള്ള ഭഗവാൻ മാത്രമേ രക്ഷയ്ക്കായിട്ടുള്ളൂ. ഈ ഭഗവാൻ രക്ഷയ്ക്കുണ്ട് എന്നുള്ളപ്പോ എന്താപത്ത് വന്നാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. ഏതാപത്ത് വന്നാലും രക്ഷയ്ക്കായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെയുണ്ട്. കുന്തിദേവി പറയുക, കൃഷ്ണ എനിക്ക് മറ്റ് ബന്ധങ്ങളൊക്കെ വിട്ടിട്ട് ഇനി കൃഷ്ണനുമായിട്ട് മാത്രം മതി ബന്ധം. ബാക്കി ബന്ധങ്ങളൊക്കെ ചിലപ്പോ ദുഃഖം തരും.
അപ്പൊ സ്നേഹപാശിമം ചിന്തി ദൃഢം പാടുഷു വൃഷ്ണിഷു. യാദവന്മാരും മറ്റു പാണ്ഡവന്മാരും ഒക്കെ ആയിട്ടുള്ള ബന്ധം വിട്ട് ശ്രീകൃഷ്ണനുമായിട്ട് കൃഷ്ണഭക്തന്മാരുമായിട്ട് മാത്രം എനിക്ക് ബന്ധം ഉണ്ടാക്കിയാൽ മതി. കൃഷ്ണചിന്ത എപ്പോഴും ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ കഥകള് എന്റെ മനസ്സിൽ എന്റെ ചെവിയിൽ അങ്ങനെ മുഴങ്ങണമെന്ന് പറയുക. ഗോപ്യാതേ തൊയ് കൃതാഗസി ദാമദാവൽ യാതേ ദശാശുകല്യ അഞ്ജന സംഭ്രമാക്ഷം വക്രം ഗിരീയ ഭയഭാവനയാസിതസ്യ സാമാം വിമോഹേതി ഭീരഭീരദ്വിവേദി. ഗോപിക യശോദ പിടിച്ച് കെട്ടാൻ വന്നപ്പോ കണ്ണൻ കരച്ചില് അഭിനയിച്ചില്ലേ ചോദിക്കുക. കള്ളക്കരച്ചിലാണ്. കണ്ണൻ കരഞ്ഞിട്ടില്ലേ കൃഷ്ണാവതാരത്തില്? എല്ലാവരുടെയും കരച്ചിൽ മാറ്റാനുള്ള അവതാരമായിരുന്നു കൃഷ്ണാവതാരം. അതുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് എല്ലാവരുടെയും കണ്ണീര് തുടയ്ക്കാനായിട്ട് അവതരിച്ച കൃഷ്ണന്റെ കഥകള് എന്റെ ചെവിയിലും എന്റെ മനസ്സിലും നിരന്തരം അങ്ങനെ തെളിഞ്ഞു നിൽക്കണം. എപ്പോഴും കൃഷ്ണനാമം ജപിക്കാൻ, എപ്പോഴും കൃഷ്ണരൂപത്തെ ധ്യാനിക്കാൻ, എപ്പോഴും കൃഷ്ണകഥകളെ കേൾക്കാനായിട്ട്. ഇന്ന് കൃഷ്ണകഥകൾ കേൾക്കാൻ വിഷമമൊന്നുമില്ല. വീട്ടില് അടുക്കള പണിയുടെ സമയത്ത് കൃഷ്ണകഥകൾ കേൾക്കാം. കാരണം യൂട്യൂബിൽ ഒരുപാട് ആചാര്യന്മാരുടെ ഭാഗവത കഥകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രഭാഷണം തന്നെ ഫേസ്ബുക്കിലൂടെ ലൈവായിട്ട് ദൂരെ ഇരുന്നു കൊണ്ട് കുറെ ആളുകൾ കാണുന്നുണ്ട്. എപ്പോഴെങ്കിലും ആ ഫേസ്ബുക്കിൽ ഓൺപട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ കഥകൾ കേൾക്കാം. ഇപ്പൊ കുടുംബക്കാരായിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, ഇവിടെ പറഞ്ഞ കഥകള് ഫേസ്ബുക്കിലെ പ്രഭാഷണമായിട്ട് നിങ്ങൾക്ക് കേൾക്കാം, വീട്ടിലിരുന്നു കൊണ്ട് കേൾക്കാം. ഏത് സമയത്തും ഒരുപാട് ആചാര്യന്മാരുടെ കഥകള് കണ്ട് കഥ കേൾക്കാനൊന്നും പ്രയാസമൊന്നുമില്ല. അതിന് തയ്യാറാവുകയേ വേണ്ടൂ. ആ കുന്തി മാതാവ് ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു. ഇനി ഭീഷ്മരുടെ സ്തുതി മുതലാണ് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ഇപ്പോ നിർത്തിയിട്ട് 9:30 പാരായണം ആരംഭിക്കും.